നമുക്കൊരു വാക്ക് വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് വചനമാകുന്ന കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സർവ്വസ്വപിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മതത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും അവിടുത്തെ ഹിതത്തിനായിട്ട്, അവിടുത്തെ വചനത്തിനായിട്ട്, അവിടത്തേക്കായിട്ട് സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ താഴ്ത്തി ഒരു പൂജ്യമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവ് ഒരു സീറോമായിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കൂടെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വേദനയിലെ മറിയം അവിടുത്തെ കാൽപാദത്തിങ്കിലേക്ക് ചേർന്ന് അവിടുത്തെ തിരുവായും പൊഴിഞ്ഞ് സംസാരിച്ച വാക്കുകൾ അവിടുന്ന് സഹോദരി കേട്ടതുപോലെ ആ നല്ല അംശം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കാത്ത ആ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ജീവൻ്റെ മൊഴികളെ, ആത്മാവും ജീവനുമാകുന്ന മൊഴികളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ വണ്ണം അത് ഹൃദയപലകമേൽ ജീവൻ്റെ മൊഴികളെ അങ്ങ് എഴുതി ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്കൊരു വെളിപ്പാടായിട്ട്, ഞങ്ങളുടെ അനുഭവമായിട്ട്, അനുസരണമായിട്ട് ആക്കി തീർക്കുന്നതിനായിട്ട് ഞങ്ങൾ തന്നെ താഴ്ത്തിയിരിക്കുന്നു. കർത്താവെ സഹായിച്ചാട്ടെ, അവിടുത്തെ പുണ്യനാമത്തെ മുഹൂർത്തപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിൻ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേനാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം, നമ്മളിതിനു മുമ്പും അത് കുറുവാക്യമായിട്ട് കണ്ടിട്ടുള്ള വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സഭയെ കർത്താവ് പണിയും. കർത്താവ് സഭയെ പണിയട്ടെ. അതിനിപ്പം നമുക്കെന്താ എന്നാണോ, അതോ കർത്താവ് ഇന്ന് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാ നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നീ പത്രോസ് ആകുന്നു, യേശുവിൻ്റെ വാക്കുകളാണ്. പത്രോസിനോട് പറയുക, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ പത്രോസ്, അല്ലെങ്കിൽ പത്രോസ് എന്ന് പറയുന്നത് പെത്രാസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. പെത്രാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കല്ല്, സ്മോൾ റോക്ക്. നീ ഒരു ചെറിയ കല്ലാണ്. എന്നാൽ ഈ പാറമേൽ, പെത്ര എന്ന് പറയുന്ന ആ വലിയ പാറ എന്താണെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ, അല്ലെങ്കിൽ പാതാളത്തിൻ്റെ വാതിലുകൾ, ഗോപുരങ്ങൾ എന്നുള്ള ആ വാക്ക് യഥാർത്ഥത്തിൽ പൂലെ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഇത് യഥാർത്ഥത്തിൽ വാതിലുകൾ. നീ പെത്രാസ് എന്ന് പറയുന്നത് നീ ഒരു ചെറിയ കല്ല, എന്നാൽ ഈ പാറ, ഈ പെത്ര, ഈ വലിയ പാറ, ആ വലിയ പാറ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവാണെന്നാണ് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ നമുക്ക് നോക്കാം. അവിടെ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ, പാതാളത്തിൻ്റെ വാതിലുകൾ, പാതാളത്തിൻ്റെ ഗേറ്റ് അതിനെ ജയിക്കുകയില്ല എന്നുള്ളൊരു കാര്യവും നമ്മളവിടെ വായിക്കുന്നത്. അതിനെ ജയിക്കുകയില്ല, അതിനെ ഓവർപവർ ചെയ്യുകയില്ല, അതിനെ കാറ്റിസ്കവോ എന്ന് പറഞ്ഞിട്ട് വിത്ത്സ്റ്റാൻഡ്, അതിനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പ്രിവെയിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സഭയെ പാതാള ഗോപുരങ്ങൾ, സാത്താൻ്റെ വാതിലുകൾ ആക്രമിക്കുന്ന കാര്യമല്ല, മറിച്ച് സഭ സാത്താൻ്റെ കോട്ടകളെ ആക്രമിക്കുമ്പോൾ ആ സാത്താൻ്റെ കോട്ടയുടെ വാതിലുകൾ, ശത്രുസൈന്യം വാതിലാണ്, ആ ഗേറ്റുകൾ. ഇപ്പം പണ്ട് പല പട്ടണങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ അവിടെ പട്ടണത്തിൻ്റെ ആ ഒരു ഗേറ്റിലാണ് അവിടുത്തെ ആ സൈന്യശക്തി എല്ലാം ഉള്ളത്. അപ്പോൾ ആ സൈന്യത്തിൻ്റെ ആ ഗേറ്റ് പിടിച്ചടക്കിയാൽ ആ പട്ടണത്തെ മൊത്തം പിടിച്ചടക്കി എന്നുള്ള ആ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ആ പാതാളത്തിൻ്റെ വാതിലുകൾ, കർത്താവ് പാതാളത്തിൻ്റെ വാതിലുകൾ എന്ന് പറയുമ്പോൾ മത്തായി 7:13-14 വാക്യങ്ങളിലെ ഇടുക്കുവാതില്, വിശാലമായ വാതിൽ എന്ന് പറയുമ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ഒരു പൂല എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തോ വലിയ വലിയ കാര്യങ്ങളെന്തോ പറഞ്ഞു വരുവാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വലിയ കാര്യമാണ്, എന്നാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ രാമപുരത്തിൻ്റെ അല്ലെങ്കിൽ കായംകുളത്തിൻ്റെ ഈ പ്രദേശത്ത് നമ്മളിവിടെ ഒരു സഭയായിട്ട് നമ്മൾ ചേർന്ന് വരുന്നു. ഒത്തിരി സഭകളുണ്ടല്ലോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് അവിടെ ഇവിടെ ഒത്തിരി പാരമ്പര്യ സഭകളുണ്ട്, ഒത്തിരി വേർപെട്ട സഭകൾ എന്നുള്ള പേരിലുള്ള ഒത്തിരി സഭകളുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങ് പോയിരുന്നാൽ പോരെ. പിന്നെ നമ്മളായിട്ട് ഒരു സഭയായിട്ട് ഇവിടെ കൂടി വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മിക്ക ഞായറാഴ്ചകളിൽ നമ്മളും കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ
നമ്മൾ കൂടുതൽ ഊന്നി പല ആഴ്ചകളിൽ നമ്മൾ പറയുന്നത്. എന്നാൽ ചില ആഴ്ചകളിലെങ്കിലും നമ്മൾ പരസ്പരം ഉള്ള ആ ഒരു സാഹോദര്യ ബന്ധം, ആ സാഹോദര്യ സ്നേഹം, അതിനെക്കുറിച്ചും വചനത്തിലുടനീളം നമ്മൾ പറയുന്നുണ്ട്. അത് ആ ഒരു സഭ എന്ന് പറഞ്ഞാൽ, ഇന്ന് ആ സഭ എന്നുള്ള വാക്ക് തന്നെ എക്ലേസിയ എന്നുള്ളൊരു വാക്കാണ്. ഏക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, നിന്ന്. കേലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പം വിളിച്ച് ചേർക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഈ എക്ലേസിയ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അനേകം ആൾക്കാരുണ്ട്. ലോകത്തിൽ ഒരുപാട് ആൾക്കാർ യേശുവിനെ അറിയാത്തവരും യേശുവിൻ്റെ പേര് കർത്താവേ എന്ന് അവർ പറയുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു കർത്താവിനോടുള്ള ആ വചനത്തോടുള്ള ഒരു ആഭിമുഖ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു പാരമ്പര്യമായിട്ട്, അത് വേർപെട്ട സഭകൾ എന്ന് പറയുന്ന അനേകയിടങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് അപ്പനപ്പന്മാർ മുതലേ പറയുന്ന ഓരോ കാര്യങ്ങൾ അവരങ്ങനെ അതേ പാറ്റേണിൽ അങ്ങനെ പോകുന്നു. എന്നാൽ ഇടയൻ്റെ ശബ്ദം കേട്ട്, ഇടയൻ വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് നമ്മൾ വീണ്ടും ജനനത്തിലേക്ക് വന്ന് കർത്താവ് നമ്മളെ ആക്കി വെക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മളെ ചേർത്ത് പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. അതാ നമ്മൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ യോഹന്നാൻ 10-ാം അധ്യായത്തിലേക്ക് പോകുമ്പം ഇടയൻ വിളിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക. അപ്പോൾ കർത്താവ് പറയുക, ഈ തൊഴുത്തിൽപ്പെടാതെ വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. എങ്ങനെ അവ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. അവ എൻ്റെ ശബ്ദം കേൾക്കും. കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ആ കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വചനം, ആ വചനം കേട്ട് ആ വചനത്തിന് അവർ കീഴ്പ്പെടുമ്പോൾ അവിടെ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ ചില രീതികളും ചില പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് നമുക്ക് നമ്മളുടേതായ ഇഷ്ടത്തിലുള്ള ചില പാരമ്പര്യങ്ങളോ നമ്മളുടേതായ ചില രീതികളോ പല പ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണുമെന്ന കർത്താവേ, അവിടുത്തെ വചനത്തിൽ എന്താ പറയുന്നത്, ആ വചനത്തിന്, അവിടുത്തെ ആ ശബ്ദത്തിന് ഞാൻ കീഴടങ്ങി. അങ്ങനെ അവിടുത്തെ ആ ശബ്ദത്തിന് കീഴടങ്ങുമ്പോൾ ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും എന്നുള്ളൊരു കാര്യം. കർത്താവാകുന്ന ഒരു ഇടയൻ ഒരാട്ടിൻകൂട്ടമായി തീരുന്ന അതാ സഭ. അങ്ങനെ കർത്താവിൻ്റെ ഇന്ന് അങ്ങനെ ഒരു കർത്താവിൻ്റെ സഭയായിട്ട്, ശരീരമാകുന്ന സഭയായിട്ട് പണിയപ്പെടണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പം ഒരുപാട് ഇടങ്ങളിൽ നമ്മളിപ്പം വേറെ ആരെങ്കിലും നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും വിധിക്കാനോ കല്ലെറിയാനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. മറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചായിട്ട് ഇവിടെ ഈ ഒരു കായംകുളത്തിൻ്റെ പ്രദേശത്ത് CFC സഭയായിട്ട് നമ്മളിവിടെ കൂടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ സൈക്കുലും ബ്രദറിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ദൈവവചനത്തിൻ്റെ പല സത്യങ്ങളും പല സത്യത്തിൻ്റെ ആഴങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി സഭകളിൽ ഒരു ഊന്നൽ കൊടുക്കാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ബാക്കി സഭകളിൽ പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ സഭാരീതികളുടെ പല ഉപദേശ സംഹിതകളുടെ കാര്യത്തിലാകട്ടെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ ഊന്നൽ കൊടുക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ആ വചനത്തിൻ്റെ ഊന്നൽ ഇന്ന് കർത്താവ് നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി മനസ്സിലാക്കി കർത്താവ് നമ്മളെ ജസ്റ്റ് വിശ്വാസികൾ എന്നുള്ള ഒരു മിനിമം അജണ്ടയിൽ പോകാനല്ല, മറിച്ച് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം അനുസരിക്കുന്ന ശിഷ്യന്മാരായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ആ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക്, കർത്താവിൻ്റെ വചനം എല്ലാം അനുസരിക്കുവാനും, നമ്മളെല്ലാം കർത്താവിൻ്റെ വചനം എല്ലാം പെർഫെക്റ്റായിട്ട് അനുസരിക്കുന്നവരാണെന്ന് ക്ലെയിം ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യമല്ല. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും പരിപൂർണരല്ല. ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ആരും പരിപൂർണരല്ല. നമ്മളെ കർത്താവിൻ്റെ വരവെങ്കിലേ നമ്മളെ ആ ഒരു പാപരഹിതമായ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. എന്നാൽ പൂർണ്ണതയിലേക്ക് ആയുന്ന പ്രസോണ്ട് പെർഫെക്ഷൻ, പരിജ്ഞാനപൂർത്തി ഇതിലേക്ക് ആയിക എന്ന് നമ്മൾ എബ്രായർ 6-ന്റെ 2-ാമത്തെ വാക്യത്തിലെ മലയാളം ബൈബിളിൽ, ഇംഗ്ലീഷിലെ 1-ാമത്തെ വാക്യത്തിൽ പ്രസോണ്ട് പെർഫെക്ഷൻ. ആ പെർഫെക്ഷൻ എന്നുള്ള വാക്ക് പരിജ്ഞാനപൂർത്തി അല്ലെങ്കിൽ പൂർണ്ണത, ടെലിയോട്ടസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പൂർണ്ണതയിലേക്ക് ആയുന്ന ഒരു കൂട്ടം. ശരിയാണ്, നമ്മൾ ബാക്കി എത്രയോ സഭാവിഭാഗങ്ങളുണ്ട്, അവിടെയും ദൈവമക്കളുണ്ടോ? തീർച്ചയായിട്ടും
ദൈവമക്കളുണ്ട്. ഈവൻ പാരമ്പര്യ സഭകളിലും ഇപ്പം കത്തോലിക്ക സഭയിലായാലും മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, അങ്ങനെയുള്ള പാരമ്പര്യ CSI അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യ സഭകളുണ്ട്. പിന്നെ വേർപെട്ട കൂട്ടങ്ങളായിട്ടുള്ള പെന്തക്കോസ്ത് ബ്രദറൻ കൂട്ടങ്ങളൊക്കെ ഉണ്ട്, ലോക്കൽ ചർച്ച്, അങ്ങനെ ഒരുപാട് കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈവൻ പാരമ്പര്യ സഭകളിൽ പോലും വീണ്ടും ജന്മം പ്രാപിച്ച എത്രയോ പേരുണ്ട്. സ്നാനപ്പെട്ടിട്ട് രഹസ്യമായിട്ട് സ്നാനപ്പെട്ടിട്ട് വീണ്ടും ആ പാരമ്പര്യ സഭയിലൊക്കെ തുടരുന്ന സഹോദരങ്ങളുണ്ട്. പിന്നെ വേർപെട്ട കൂട്ടങ്ങളിലുള്ള സഹോദരങ്ങളുണ്ട്, പെന്തക്കോസ്ത് കൂട്ടങ്ങളിലുള്ളവർ, ബ്രദറൻ കൂട്ടങ്ങളിലുള്ളവർ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ എന്താ ഒരു CFC, നമ്മൾ പെന്തക്കോസ്തും അല്ല ബ്രദറിനും അല്ല, അവിടെ ഇല്ല ഇവിടെ ഇല്ല. എന്നാ നമ്മളെന്താ വചനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ട് അവിടെയുള്ള ഇപ്പം പെന്തക്കോസ്ത് രീതികളിലോ അല്ലെങ്കിൽ ബ്രദറൻ രീതികളിലോ ഒക്കെ ഉള്ള പല കാര്യങ്ങളോട് നമുക്ക് വചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് യോജിപ്പില്ല, ചില കാര്യങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ ആ വചനപ്രകാരം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കുമ്പോൾ അതങ്ങനെ അല്ല. ഇപ്പം ചില സൗകര്യങ്ങൾക്ക് അവർക്ക് അങ്ങനെ ആയിരുന്നായിരിക്കും മനസ്സിലാക്കുക. നമ്മൾ അവരെ വിധിക്കാനോ അവരെ കല്ലെറിയാനോ അവരെ കൊച്ചാണെന്നോ മോശമാണെന്ന് പറയാനല്ല. അത് ദൈവം അവർക്ക് കൂടുതൽ വെളിച്ചെടുത്തോണ്ട് അവർ വളർന്ന് വരട്ടെ. നമുക്ക് സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അന്ന് നമ്മൾ ആ ഒരു പൂർണ്ണതയിലെത്തുമ്പം എല്ലാവരും ആ ഒരു പൂർണ്ണ വെളിച്ചത്തിലായിരിക്കും, നമുക്ക് അന്ന് ഒരുമിച്ചായിരിക്കാം. ഇന്ന് നമ്മളെല്ലാ വിശ്വാസികളും നമ്മൾ സ്നേഹിക്കുന്നു. ഇവൻ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വിശ്വാസികളാവട്ടെ, ഇവൻ നമ്മളാരെയും ശത്രുവായിട്ട് കരുതുന്നില്ല, നമ്മളെ ആരെങ്കിലും ശത്രുവായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അവരെ പോലും നമ്മൾ സ്നേഹിക്കണം. അപ്പം എല്ലാവർക്കും സ്നേഹം, കൂട്ടായ്മ, ഒരു സഭയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇത് മൂന്ന് തലങ്ങളാണ്. സാൻഡ്ബർഗിൽ തന്നെ കേട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും, അത് അവിശ്വാസികളാവട്ടെ ശത്രുക്കൾ എന്ന് പറയുന്നവരാവട്ടെ, നമുക്കാരും ശത്രുക്കളില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ ശത്രു എന്ന് കണ്ടാൽ പോലും സുവിശേഷ വിരോധികളായിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ നമ്മളെ ശത്രുവായിട്ട് കണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പല കാര്യങ്ങളോട് ആരെങ്കിലും നമ്മളെ ശത്രുവായിട്ട് കണ്ടപ്പോൾ നമ്മളവരെ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നമുക്ക് വേണം. തീർച്ചയായിട്ടും നമ്മൾ ആരോട് കൈപ്പാട്ടിരിക്കുന്നത്, എല്ലാവരോടും സ്നേഹം വേണം. എന്നാൽ കൂട്ടായ്മ, ഫെലോഷിപ്പ്, ലവ് ടുവേർഡ്സ് എവ്രി വൺ, ഈവൻ ടുവേർഡ്സ് അവർ എനിമീസ്. ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാ വിശ്വാസങ്ങളോടും കൂട്ടായ്മയാകാം. എല്ലാവരോടും ഒരേ ഇൻറ്റിമസിയിലുള്ള, ഒരേ ലെവലിലുള്ള, ഒരേ അടുപ്പത്തിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് പറ്റത്തില്ല. എന്നാൽ അവരുടെ ആ ആത്മീയദാഹവും ആത്മീയ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാ വിശ്വാസങ്ങളോടും നമുക്ക് കൂട്ടായ്മയാകാം. എന്ന് വെച്ചാൽ അവരിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന് ആത്മാവുണ്ട്, അവരും വീണ്ടും ജനിച്ചവരാ. അപ്പം പല സഭാവിഭാഗങ്ങളിൽ പോകുന്നവരായിരിക്കും. അവരോട് നമുക്ക് നമുക്ക് സ്നേഹമേ ഉള്ളൂ. സ്നേഹം മാത്രമല്ല, കുറച്ചുകൂടെ ഒരു ആഴത്തിലൊരു ആത്മാവിൻ്റെ തലത്തിൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്നേഹം എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കുന്നു. റോമർ 5:5 നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനൊക്കുന്ന കാര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആത്യന്തികമായി നന്മ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്നേഹം. എന്നാൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള ദൈവസ്നേഹം പ്രവഹിക്കുന്നു, അവരുടെ ഹൃദയത്തിലും വേറൊരു വിശ്വാസിയായിട്ടുള്ളൊരു സഹോദരിയുടെ ഹൃദയത്തിലും ദൈവസ്നേഹമുണ്ട്. അപ്പം അവിടെ ആ ഹൃദയങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ തമ്മിലുള്ളൊരു കൂട്ടായ്മയുണ്ട്. അതാ കൂട്ടായ്മ. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ആത്മാക്കൾ തമ്മിലുള്ള, പരിശുദ്ധാത്മാവിനാൽ ആത്മാക്കൾ തമ്മിലുള്ള ഒരു യോജിപ്പ്, ആ ഒരു ഒരുമ, അതാണ് കൂട്ടായ്മ. ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് നമുക്ക് എല്ലാ വിശ്വാസികളോടും ആകാം. എന്നാൽ ഉപദേശ സംഹിതകൾ, വചനത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാവരോടും നമുക്ക് എല്ലാം ഒന്ന് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. ഇപ്പം പണവിഷയത്തിൻ്റെ ഉള്ള കാര്യങ്ങൾ, ദശാംശം എടുക്കുന്ന കാര്യങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അല്ല റെവറൻഡ്, ബിഷപ്പ്, ഫാദർ, അതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ, പാസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള പല ടൈറ്റിലുകളൊക്കെ നമ്മൾ കാണുന്നതെല്ലാം വചനത്തിലെ കർത്താവ് പറയുന്നത് നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്, നിങ്ങളെല്ലാം വേലക്കാരാ എന്നുള്ള കാര്യം മത്തായി 23:8-12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളെല്ലാം സെർവൻസ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ടൈറ്റിൽ എടുക്കാത്ത, നമ്മളാരും സഭയിൽ നടത്തുന്ന സഹോദരങ്ങളാരും ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങളോ ഒന്നും ഒരു ടൈറ്റിലായിട്ട് നമ്മൾ പാസ്റ്ററെന്നോ റെവറൻഡെന്നോ ബിഷപ്പെന്നോ ഫാദറെന്നോ മോസ്റ്റ് ഹോളി റെവറൻഡെന്നോ അങ്ങനെയൊക്കെയുള്ള വലിയ റൈറ്റ് റെവറൻഡ്, റോങ് റെവറൻഡ് എന്നൊക്കെ പറയുന്നുള്ള പല ടൈറ്റിലുകളും കാര്യങ്ങളും നമ്മൾ എടുക്കാതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ എഫേസ്യർ 5:11 ഇപ്പം നമ്മൾ 5 ഈ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെപ്പേർഡ്സ് എന്നുള്ളൊരു കാര്യങ്ങൾ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മളെ സഭയിൽ പുതുതായിട്ട് പല സഹോദരങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ എന്താ നമ്മൾ വിശ്വസിക്കുന്നത്, എന്താ നമ്മളെ മനസ്സിലാക്കുന്നത്, എന്താണ് ഈ സഭ എന്നുള്ളൊരു കാര്യമൊക്കെ
നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു ഉത്സാഹം നൽകുന്ന കാര്യങ്ങളാണ്. നമുക്ക് വചനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈവൻ നമ്മൾ കേട്ടിട്ടുള്ള സഹോദരങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അതിൻ്റെ ആ സത്യങ്ങളെ പിടിക്കപ്പെടുവാനും ഒക്കെ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കും. നമ്മൾ ഇവിടെ മത്തായി 16 ഒരു വിരൽ വെച്ചുകൊണ്ട് എഫേസർ 4:11 പോകുമ്പം എഫേസർ 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ടും, എല്ലാവരും അല്ല, ചിലരെ അപ്പോസ്തലന്മാരായിട്ട്. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവർ, വൺ ഹു ഈസ് സെൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ലീഡർ ടു ദ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സഭകളെയൊക്കെ സ്ഥാപിക്കുന്ന ഒരു അപ്പോസ്തലിക ശുശ്രൂഷ. പിന്നെ ചിലരെ പ്രവാചകന്മാരായിട്ട്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി പേര് പ്രവാചകരാന്നൊക്കെ പറഞ്ഞ് അപ്പോസ്റ്റൽ സോയൻസോ, പ്രവാചകൻ, പ്രോഫറ്റ് സോയൻസോ എന്നൊക്കെ പറഞ്ഞ് സ്വയം പേരെടുത്ത ഒത്തിരി ആൾക്കാരെയൊക്കെ യൂട്യൂബിലും വെബ്സൈറ്റുകളിലും ഒക്കെ കാണാം. എന്ന് അവരൊന്നും അങ്ങനെ ദൈവനിയമിതമായിട്ടുള്ളതാണെന്നൊന്നും അങ്ങനെ സ്വയം പേരെടുക്കുന്നവരൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അവർ അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ദൈവം കൊടുത്ത് വിളിച്ചെന്ന് നമ്മൾ പറയുന്നില്ല. അത് അവർക്ക് ആ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മളതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകളെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സഭയ്ക്കായിട്ട് ആ ഒരു പ്രത്യേക പ്രവാചക ദൂതോടെ, ഒരു ഭാരത്തോടെ, ആ ഒരു ദൈവവചനം അതുപോലൊരു ഭാരത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവം ഉയർത്തുന്ന ഒരു ചിലരെ പ്രവാചകന്മാരായിട്ട്. എല്ലാവരും പ്രവചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 Corinthians 14:1 എന്ന ആ പ്രവാചക ശുശ്രൂഷ അതൊരു വലിയ ഭാരത്തോടെ, വലിയ ദൗത്യത്തോടെ, പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തോടെ ചെയ്യുന്ന അവരെ പ്രവാചകന്മാർ എന്നുള്ളൊരു പദപ്രയോഗം കൊണ്ട് അവിടെ നമ്മൾ എഫേസ്യർ 4:11 കാണുന്നുണ്ട്. ചിലരെ സുവിശേഷകന്മാരായിട്ട്, മറ്റുള്ളവർ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ കർത്താവിനെ അറിയുന്ന തലത്തിലേക്ക് അവരെ സഭയാകുന്ന ശരീരത്തിൻ്റെ ഭാഗമല്ലാത്തവരെ ശരീരത്തിൻ്റെ ഭാഗമാക്കുവാൻ ആയിട്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് കർത്താവ് നിങ്ങൾക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റുന്നുള്ള ആ ഒരു സദ്വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവർ സുവിശേഷകന്മാർ. പിന്നെ ചിലർ ഇടയന്മാരായിട്ട് ഓൾറെഡി വന്നിട്ടുള്ള ആ ഇടയന്മാർ എന്നുള്ള വാക്കാണ് പാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഷെപ്പേർഡ്സ് എന്ന് അതും ഒരു ടൈറ്റിലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരും ടീച്ചേഴ്സ് എന്നൊന്നും അത് കർത്താവ് ഒരു ടൈറ്റിലായിട്ട് പറയുന്ന കാര്യമില്ല, മറിച്ച് ഫംഗ്ഷനായിട്ട് പറയുന്ന കാര്യമാണ്. കർത്താവ് നമ്മളുടെ സഭയിൽ ആരും ഒരു ടൈറ്റിലും എടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. അത് ഈവൻ ഇപ്പം എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ ലോകത്തിലുള്ള ആൾക്കാർ എന്നെ ഡോക്ടറിനെ വിളിക്കുന്ന, സഭയിൽ എന്നെ എല്ലാവരും ബ്രദറിനെ വിളിക്കുന്നത്, സഹോദരനെ വിളിക്കുന്നത്. ആരെങ്കിലുമൊക്കെ അറിയാതെ ഡോക്ടറിനെ വിളിച്ചാലും അത് ഇനി മുതൽ തിരുത്തിക്കോണം, എന്താ ബ്രദറിനെ വിളിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പേര് വിളിക്കുന്നതിനും വിഷമമൊന്നുമില്ല. എന്നുവെച്ചാൽ സഭയിൽ ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു സഹോദരനാണ്. അവിടെ ഒരു ടൈറ്റിലില്ല, അല്ലെങ്കിൽ വേറെ പാസ്റ്റർ ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമില്ല. അതെല്ലാം ഒരു ഫംഗ്ഷനായിട്ടാണ് ഇവിടെ ഇടയന്മാരായിട്ട്. ഇപ്പം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ്, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ, ദൈവവചനം ഒരു ടീച്ചിങ് മിനിസ്ട്രി, അതിൻ്റെ ആ ഒരു ഉപദേശങ്ങൾ, ഡോക്ട്രിൻസ്, അത് വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെല്ലാം എടുത്ത് കൊടുക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ ടീച്ച് ചെയ്യുന്നൊരു മിനിസ്ട്രി, അത് ഉപദേഷ്ടാക്കന്മാർ. ഇടയന്മാരെന്ന് പറയുമ്പോൾ ആ ഓൾറെഡി വന്ന ആടുകൾ, ഓൾറെഡി വിശ്വാസത്തിലേക്ക് വന്നവരെ ഒരു ഇടയൻ്റെ ഹൃദയത്തോടെ അവരെ പുലർത്തുകയും അവർക്ക് വേണ്ടുന്നത് കരുതുകയും അവരുടെ ആത്മീയവും ഈവൻ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രാർത്ഥനയോടെ ജാഗരിക്കുകയും അവരെ കരുതുകയും വഴി നടത്തുകയും സഭയായിട്ട് അവരെ നടത്തുകയൊക്കെ ചെയ്യുന്ന അത് അങ്ങനെയുള്ളവരെ ഇടയന്മാർ എന്നുള്ളത് വിളിക്കുന്നത്. അത് ഒരു ചർച്ചിൽ തന്നെ എൽഡേഴ്സ് ആയിട്ടുള്ളവർ മാത്രമല്ല ഇടയന്മാർ, മറിച്ച് ആ ഒരു ഇടയൻ്റെ ഹൃദയത്തോടെ പല ദൈവം ആണ് നമുക്ക് ഇടയൻ്റെ ഒരു ഹൃദയം തരുന്നത്. ആ ഇടയൻ്റെ ഹൃദയത്തോടെ നമ്മൾ അങ്ങനെ നമ്മുടെ മറ്റുള്ളവർക്കായിട്ട് നമ്മൾ കരുതുകയും പ്രാർത്ഥിക്കുകയും താങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടയൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. പിന്നെ അപ്പം എന്താ ഇടയന്മാരുടെ ശുശ്രൂഷ. പിന്നെ ചേർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട്, ചേർച്ചിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനായിട്ട് നമ്മൾ പൗലോസൊക്കെ ഓരോ സഭയിൽ ചെന്ന് എൽഡേഴ്സിനെ നിയമിച്ചിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിലും തിമോത്തിയോസിലും തീത്തോസിലും ഉള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എൽഡേഴ്സ്, മൂപ്പന്മാർ. അപ്പോൾ അത് നമ്മളുടെ സഭകളിൽ നമ്മൾ പാസ്റ്റേഴ്സ് എന്നുള്ള വിളിപ്പേരൊന്നും ഇല്ലാത്ത എൽഡേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യങ്ങൾ സഭയെ നടത്താനായിട്ട് മുമ്പോട്ട് ഉത്തരവാദിത്തോടെ കൂടെ നടത്താനുള്ള അതൊരു ടൈറ്റിലല്ല, മറിച്ച് അതൊരു ശുശ്രൂഷയാണ്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എന്താ, അപ്പം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളില്ല. ഇപ്പം ഈ
പല സഭകളിലും അങ്ങനെ ദശാംശത്തിൻ്റെ കാര്യം, ദശാംശം കവറിലിട്ട് കൊടുക്കാൻ പേരൊക്കെ എഴുതി എപ്പോഴും അവർക്ക് പണത്തിൻ്റെ കാര്യവും പറയുകയും പല കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ക്രിസ്തീയ കുലത്തിൽ നമ്മൾ പല പല സഭകളെന്ന് പറയുന്ന പലയിടങ്ങളിൽ കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പല എംഫസിസ് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ കാര്യത്തില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇന്നത് കൊടുക്കണം, ഇന്ന ആവശ്യമുണ്ട്, സഭയ്ക്ക് ഇന്ന ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ ഇത്ര എല്ലാവരും വെച്ച് തരണം, അത് തരണം, ഇത് തരണം, അതിന് കൂപ്പണുണ്ട്, കവറിട്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പണത്തിന് വേണ്ടി പണന്താ എന്ന് പറഞ്ഞൊരു ഊന്നല് പല സഭകളെന്ന് പറയുന്ന കൂട്ടങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നില്ല. പൗലോസ് ഒരിക്കലും തനിക്കായിട്ടോ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടോ പണം ചോദിക്കുന്നതിന് മറിച്ച് അവിടെ ദരിദ്രരായിട്ടുള്ള ചില വിശ്വാസികൾ ചില സഭകളിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ആവശ്യത്തിന് നിങ്ങളത് അത് ചേർത്ത് വെച്ചു, അത് ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങൾക്കായിട്ട് കൊടുക്കാം. പൗലോസ് കൈകൊണ്ടുപോലും തൊടാതെ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങൾക്കായിട്ട് കൊടുക്കാനായിട്ട് പൗലോസ് അങ്ങനെ ജാഗരിച്ചു. പൗലോസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്താണ് പൗലോസ് അപ്പോസ്തല ശുശ്രൂഷയും ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാതൃകയാണ് നമ്മൾ CFC ചർച്ചസിൽ പണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ഈ ബാക്കി ഏതൊരു സഭയിൽ പോയാലും ഇങ്ങനെ സ്തോത്ര കാഴ്ചയായിട്ടൊരു പാട്ട് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ ബാഗൊക്കെ പാസ് റൗണ്ട് ചെയ്യും. എന്താ കൊടുക്കണമെന്നില്ലെങ്കിൽ പോലും ഇത് ബാഗ് പിടിച്ചുകൊണ്ട് വരുന്നതിൽ തിരിച്ച് എന്തെങ്കിലും ഒന്ന് ഇടണമല്ലോ എന്ന് തിരിച്ചിടും, മനസ്സോടെ. അതൊക്കെ പക്ഷെ സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 9:7 നമ്മൾ വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ബാഗ് പാസ് റൗണ്ട് ചെയ്യുന്നത് അതൊരു ക്രിസ്തീയമായ രീതിയല്ല, അതൊരു വചനപ്രകാരമുള്ളൊരു രീതിയല്ല എന്ന് നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മുടെ ചർച്ചസ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ കർത്താവ് ഒരു വിധവ 2 കാശ് കൊണ്ടിടുമ്പോൾ കർത്താവ് ആ ബോക്സിൻ്റെ ആ ഭണ്ഡാരപ്പെട്ടിയുടെ അരികിൽ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് ഒരു ബോക്സിൻ്റെ അടുത്ത് ഇരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അത് എങ്ങനെ ഓരോരുത്തരും ഇടുന്നു എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ മത്തായിയുടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബോക്സ് എന്നുള്ള നിലയിൽ നമ്മളത് രഹസ്യത്തിൽ ആരും കാണാത്ത രീതിയിൽ എവിടെയൊക്കെ നമ്മളവിടെ ബോക്സ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ആർക്കെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ രഹസ്യത്തിൽ വലങ്കൈ കൊണ്ട് ചെയ്യുന്ന ഇടങ്കൈ അറിയാതെ വേണമെങ്കിൽ ബോക്സിൽ സഭയുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദശാംശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് ദശാംശം എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിലെ ഒരു കാര്യമായിരുന്നു. അത് ലേവ്യ പുരോഹിതന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് അവർ ജോലി ചെയ്യാത്തത് കൊണ്ട്, അവർ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഒരു ഇംഗത്തിനായിട്ട് ദൈവം വെച്ചൊരു രീതിയായിട്ട് നമ്മൾ, അതും പണമല്ലായിരുന്നു ദശാംശം, മറിച്ച് അവരുടെ കൃഷി ഫലങ്ങളും ആടുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു 10-1. അത് പഴയ നിയമത്തിലൊരു ഇതായിരുന്നു, പഴയ നിയമത്തിലൊരു പ്രമാണമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ലേവ്യ പുരോഹിത വർഗമല്ല, മറിച്ച് നമ്മളെല്ലാവരും മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം, ലേവ്യരെക്കാട്ടിലും ഉന്നതമായിട്ടുള്ള മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള വലിയൊരു പൗരോഹിത്യം നമ്മളെല്ലാവരും, എല്ലാ വിശ്വാസികളും, അതായത് എൽഡേഴ്സോ ഫെസിലിറ്റേഴ്സോ അല്ലെങ്കിൽ സഭയെ ലീഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ മാത്രമല്ല പുരോഹിതന്മാർ, മറിച്ച് എല്ലാവരും പുരോഹിതൻ. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്നൊക്കെയാണ് 1 പത്രോസ് 2:9 ആ വാക്യം നമ്മൾ 2-3 ആഴ്ച മുമ്പൊക്കെ ആ വാക്യം നമ്മൾ ആ കമ്പൈൻഡ് മീറ്റിങ്ങിലൊക്കെ ആ വാക്യം നമ്മൾ കണ്ടായിരുന്നു. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. അതും ലേവ്യ പുരോഹിത വർഗമല്ല. ലേവ്യ പുരോഹിതന്മാർക്കായിരുന്നു ദശാംശമൊക്കെ വേണ്ടിയിരുന്നതെന്നാൽ നമ്മൾ മെൽക്കിസെദെക്കിന്റെ ക്രമമുള്ള രാജകീയ മഹാപുരോഹിതനായിട്ടുള്ള യേശുവിന്റെ കീഴെയുള്ള ചോട്ടാച്ചോട്ടി പുരോഹിതന്മാരാണ് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദശാംശവും കാര്യങ്ങളൊക്കെ അത് പഴയ നിയമത്തിലൊരു പ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നും നമ്മളുടെ സഭകളിൽ അത് നമ്മൾ വചനത്തിൽ ഓരോ കാര്യവും അത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അനുസരിക്കണമെന്നാണ് നമ്മളിത് പൂർണ്ണരായി എന്നുള്ള കാര്യമല്ല, എന്നാൽ പൂർണ്ണതയിലേക്ക് ആയിരുന്ന വചനത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ വെളിച്ചമുണ്ടോ അതെല്ലാം വചനത്തിൽ, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിൽ ശിഷ്യനെ ആയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ പഴയ നിയമത്തിന്റെ ആ അക്ഷരത്തിൽ തന്നെ അതിൻ്റെ ആത്മാവിൽ അനുസരിക്കുകയും അതിൻ്റെ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുകയും പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്കായിട്ട് ശിഷ്യന്മാർക്കായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും അതുപോലെ തന്നെ അനുസരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഊന്നലുള്ള ഒരു കൂട്ടം വേറെ എവിടെങ്കിലും ഈ കായംകുളത്തിന്റെ പ്രദേശത്ത് ഉണ്ടെങ്കിൽ കാണിച്ച് ഞാനും കൂടെ അങ്ങോട്ട് വരാമെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പല സൗകര്യങ്ങളൊക്കെ തന്നെ പലരും പല ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരെന്താ അംഗീകരിക്കുന്നില്ലേ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അവരെന്താ മോശക്കാരാണോ, അല്ലെ നമ്മൾ അവരാരും മോശക്കാരാണോ, നമ്മൾ അവരെല്ലാം ക്രിസ്തുവിൽ അവരെല്ലാം അംഗീകരിക്കുന്നു, അവരെല്ലാം സഹോദരന്മാരായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ നമ്മളെന്താ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്നേഹം, എല്ലാവരോടും കൂട്ടായ്മ, എല്ലാ വിശ്വാസികളോടും, എല്ലാ വീണ്ടും ജനിച്ചവരോടും, പിന്നെ
ഒന്ന് ചേർന്ന് സഭയായിട്ട് ചേർത്ത് പണിയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അവിടെ ഒന്ന് ചേർന്ന് സഭയായിട്ട് ചേർത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ നമുക്ക് എല്ലാവരോടും നമുക്ക് ഒത്തുചേർന്ന് പോകാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു വചനത്തിന്റെ സത്യങ്ങൾ ഇതുപോലെയൊക്കെയുള്ള പണത്തിന്റെ കാര്യം ഒരു പെരിഫറലായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല വചനത്തിൽ കർത്താവ് പറയുന്നത്. നമുക്ക് പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ലെന്നാണ് നമ്മളിവിടെ മത്തായി 16 ഒരു വിരളൊക്കെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. എന്നാലും നമ്മൾ ലൂക്കോസ് 16 പോകുമ്പോൾ ലൂക്കോസ് 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ അവിടെ കർത്താവ് വളരെ പണത്തിന്റെ കാര്യത്തിൽ വളരെ കർക്കശത്തോടുള്ള ഒരു നിലപാടാണ് അവിടെ നമ്മൾ പറയുന്നത്. നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 16 വാക്യത്തിൽ 2 യജമാനന്മാരെ സേവിക്കാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, മാമോൻ എന്ന് പറഞ്ഞാൽ പണവും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളായി മാമോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ദൈവത്തെയും പണത്തെ ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പണത്തിന്റെ കാര്യം നമ്മൾ ഇപ്പോൾ പണം ചോദിച്ചുകൊണ്ട് പൈസ കടം ചോദിച്ചുകൊണ്ട് ഒരാള് ദേവദാസൻ എന്നുള്ള പേരിൽ, പാസ്റ്റർ എന്നുള്ള പേരിൽ നമ്മുടെ വീട്ടിൽ വരുവാന്നിരിക്കട്ടെ. അപ്പോൾ അത് ദൈവത്തിന്റെ ദാസനാണോ അത്? അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് നമ്മൾ പറഞ്ഞയച്ച് നമ്മുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇതിനു വേണ്ടി ആവശ്യത്തിനായിട്ട് ദേവദാസൻ എന്ന് പറയുന്ന ഇൻവെർട്ടഡ് കോമയിലുള്ള ഒരാള് പറഞ്ഞയക്കുന്നു, വേറൊരാളെ പറഞ്ഞയക്കുന്നു, വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു, ഇത്ര ലക്ഷം രൂപ കടം വേണം, പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവശ്യമാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ ദൈവദാസനായിരിക്കുമോ അതോ ദ്രവ്യദാസനായിരിക്കുമോ? നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിവേചനം വേണം. നമ്മൾ ദൈവദാസനല്ലേ, ദൈവദാസൻ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ? അത് ദൈവദാസനാണോ? ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ആർക്കും ഒന്നിനും കടംപെട്ടിരിക്കരുതെന്നാണ് റോമർ 13 വാക്യത്തിൽ പറയുന്നത്. അപ്പം ആ വചനം അതനുസരിക്കാതെ ഇന്ന ആവശ്യത്തിനെന്ന് പറഞ്ഞ് ആളെ അയച്ചോ വേറെ ആളെ മുഖാന്തരവും അങ്ങനെയൊക്കെ വന്ന് പണം ചോദിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാസനാണ്. അക്കാര്യത്തിൽ ഇതെന്ത് നമ്മൾ ഇതൊക്കെയൊക്കെ പച്ചയായിട്ട് ഓപ്പണായിട്ട് പുൾപ്പറ്റ് ചെയ്യുന്ന ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് നമുക്കൊരു എന്താ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ വേറെ ആരെയും പുച്ഛിക്കുകയോ താഴ്ത്തി കാണുകയോ ലുബ്ഡോണപ്പോൾ ചെയ്യുകയൊന്നുമല്ല. നമ്മൾ തന്നെ ഒരു പട്ടപൂജ്യം ആകാൻ വേണ്ടി ദൈവഭാഗ്യ 0 ആയിട്ട് താഴ്ത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവഭാഗ്യ 0 നമുക്കൊന്നും വീഴാനൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മളെ പ്രധാന വചനത്തിന്റെ സത്യത്താൽ നിറച്ച് ആ ഒരു സത്യങ്ങളെ കുറിച്ച് പിടിക്കപ്പെട്ട് നമ്മളെ ഒരു സഭയാകുന്ന ശരീരമായിട്ട് നമ്മൾ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്താ വിശ്വസിക്കുന്നേ, എന്താ ദൈവവചനത്തിൽ എല്ലാവരും പറഞ്ഞു എല്ലാവരും ബൈബിളാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ബൈബിളിലെ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പലർക്കും പല കാര്യങ്ങളിൽ ഇപ്പോൾ സഭയിൽ അന്യഭാഷ പറയുവാണെങ്കിൽ അത് ഇന്റർപ്രിട്ടേഷനോടുകൂടി അതിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി ആയിരിക്കണം, ഇന്റർപ്രിട്ടേഷനോടുകൂടി ആയിരിക്കണമെന്ന് 1 കൊരിന്ത്യർ 14 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ചില കൂട്ടങ്ങളിൽ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഉള്ള ആ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്യഭാഷ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അന്യഭാഷ പറയുന്ന അനേകരും യഥാർത്ഥത്തിലുള്ള അന്യഭാഷ അല്ല പറയുന്നത്. അവർ ജസ്റ്റ് ഒരു ഇമോഷണൽ സ്റ്റേറിങ് അപ്പിൽ വൈകാരികമായ ഒരു ഇളക്കപ്പെരുപ്പത്തിൽ എന്തൊക്കെയോ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം തന്നെ എൻ്റെ കൺസൾട്ടേഷനായിട്ട് വരുന്ന പല ബൈബിൾ കോളേജിലേക്ക് പോയി വരുന്ന പലരുമൊക്കെ ഇടയ്ക്ക് കൺസൾട്ടേഷനായിട്ട് ക്ലയൻസായിട്ട് പേഷ്യൻസായിട്ടൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഈ അന്യഭാഷ സംസാരിക്കാൻ വേണ്ടി ട്രെയിനിങ് തരുമെന്ന് ബൈബിൾ കോളേജിൽ. എല്ലാ ബൈബിൾ കോളേജിലും കാര്യമായിരിക്കത്തില്ല, പക്ഷെ അങ്ങനെയൊക്കെയുള്ള ബൈബിൾ കോളേജിലുണ്ട്. അന്യഭാഷ എങ്ങനെ സംസാരിക്കേണ്ടത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു വന്ന് കുഴഞ്ഞ് എന്തോ വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ അന്യഭാഷ പറയാൻ അവർ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ബൈബിൾ കോളേജുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ പറയാനിടയായിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് യഥാർത്ഥത്തിലുള്ള അന്യഭാഷയാണോ? അതല്ല. യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മ വരുന്ന അന്യഭാഷ അത് ചിലർക്ക് ഒരു വരവായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഏകവും പ്രത്യക്ഷമായിട്ടുള്ള അടയാളം അന്യഭാഷ മാത്രമാണെന്ന് ആണ് പൊതുവെ പെന്തക്കോസ്ത് കൂട്ടങ്ങളിലുള്ള ഒരു പഠിപ്പിക്കൽ. അതാ ഏകവും പ്രത്യക്ഷമായിട്ടുള്ള അടയാളം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടെങ്കിൽ എന്തായാലും അന്യഭാഷ പറഞ്ഞിരിക്കണം എന്നാണ് അവിടുത്തെ ഒരു പഠിപ്പിക്കൽ. എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ 12 വരുമ്പം 1 കൊരിന്ത്യർ 12 വരുമ്പം അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ? 1 കൊരിന്ത്യർ 12 29-30 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ 1 കൊരിന്ത്യർ 12 29-30 എല്ലാവരും അപ്പോസ്തലന്മാരാണോ?
ആണോ? അല്ല. നമ്മളിപ്പോൾ എഫേസ്യർ 5:11 വായിച്ചു, ചിലരെ അപ്പോസ്തലന്മാരായി എന്ന് വായിച്ചു. അപ്പൊ എല്ലാവരും അപ്പോസ്തലന്മാരാണോ? ആൻസർ ഇസ് നോ. പിന്നെന്താ വായിക്കുന്നേ? എല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. എല്ലാവരും ഉപദേഷ്ടന്മാരാണോ? അല്ല. എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു? ഇല്ല. എല്ലാവർക്കും 30-ാമത്തെ വാക്യം, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരവുണ്ടോ? ഇല്ല. എല്ലാവരും അന്യഭാഷകളെ സംസാരിക്കുന്നു? ഇല്ല. 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 ഇങ്ങനെ നോന്നോ പറഞ്ഞു വന്നത് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല. അന്ന് 1 പോലും എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പൗലോസ് പറയുന്നത്. അപ്പം ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പലയിടങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തികളിൽ പലയിടങ്ങളിൽ അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ അന്യഭാഷയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാത്ത ഇടങ്ങളും ഉള്ളതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിൽ കാണുന്നുണ്ട്. സാക്വൻ ബ്രദറിന്റെ ഒരു ട്രൂത്ത് അബൌട്ട് സ്പീക്കിംഗ് ഇൻ ടെൻസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് മലയാളത്തിൽ അതിന്റെ പരിഭാഷ ഉണ്ടെന്ന് എൻ്റെ വിചാരം. അപ്പം അത് വചനത്തിൽ എവിടെല്ലാം ഈ അന്യഭാഷയെക്കുറിച്ച് പറയുന്നുണ്ടോ അതെല്ലാം അത് സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളാരും അന്യഭാഷയ്ക്ക് എതിരായിട്ടല്ല. നമ്മുടെ സൗകര്യങ്ങളുടെ ഇടയിൽ ചിലർക്ക് അന്യഭാഷയുടെ വരവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ 1 കൊരിന്ത്യർ 14:3 നമ്മൾ വായിക്കുന്നത്, 14:4 വായിക്കുന്നത് 1 കൊരിന്ത്യർ ഇപ്പോൾ നമ്മൾ 12-ലാണല്ലോ ഉള്ളത്. അതിൻ്റെ 14:4 നമ്മൾ വായിക്കുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നത് തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. അപ്പോൾ നമ്മളുടെ സ്വയം സെൽഫ് എഡ്യൂക്കേഷനായിട്ട് നമ്മുടെ സ്വയം അങ്ങനെ ഒരു വരം നമുക്ക് ദൈവം തരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവമായിട്ട് സംസാരിക്കേണ്ട ഒരു ഭാഷയായിട്ടാണ് നമ്മളവിടെ അന്യഭാഷ വരത്തെ കാണുന്നത്. എന്ന് സഭയിൽ അന്യഭാഷ സംസാരിക്കുവാണെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അത് വ്യാഖ്യാനം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മളിവിടെ ഇതേ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ അന്യഭാഷ പറയുന്നത് തടുക്കരുതെന്ന് പറയുന്ന വാക്യവും ഉണ്ട് 39-ാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് നമ്മളാരെയും തടുക്കുന്നില്ല എന്ന് വചനത്തിൽ അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇപ്പം ബ്രദറൻ കൂട്ടങ്ങളാണെങ്കിൽ അവരാണെങ്കിൽ ഈ ആത്മാവിൻ്റെ നിറവേ എല്ലാം രക്ഷിക്കപ്പെട്ടപ്പോഴേ ആത്മാവിൻ്റെ നിറവിലൊക്കെ കിട്ടി. ഇനിയിപ്പം വീണ്ടും ഒരു ആത്മാവിൻ്റെ നിറവിൻ്റെ ആവശ്യമേ ഇല്ല, ഭാഷ ഈ വരങ്ങളെല്ലാം നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് കൂട്ടങ്ങൾ. എന്നാൽ നമ്മൾ അവരോട് നമുക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും ആ ബന്ധുക്രിസ്തു കൂട്ടങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു നിറവിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നും, എന്നാൽ ഭദ്ര സഹോദരങ്ങൾ പറയുന്നത് പോലെ ഓൾറെഡി എല്ലാം അങ്ങ് നിറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പം ഒന്നും നിറവിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം വചനത്തിൽ നമ്മൾ കാണുന്നില്ല. നമ്മൾ എഫേസ്യർ 5:18 വാക്യത്തിൽ ആത്മാവിൽ നിറഞ്ഞവരാകുവിൻ എന്നുള്ളൊരു കൽപ്പനയാണ്. മലയാളത്തിൽ നിറഞ്ഞവരായി ഇന്നത് സങ്കീർത്തനങ്ങളായാലും സ്തോത്രം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. പറഞ്ഞാൽ ബീയിങ് ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ് ഒരു കമാൻഡ്മെന്റ് ആയിട്ടാണ് അവിടെ എഫേസ്യർ 5:18. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ വീണ്ടും നിറയപ്പെടേണ്ടതായിട്ട്, നിരന്തരമായിട്ട് നമ്മൾ നിറയപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. അതിന് ഭാഷാപരങ്ങളിൽ നിന്ന് നിന്നുപോയി എന്നുള്ള ആ ഒരു 1 കൊരിന്ത്യർ 13-ലുള്ള വ്യാഖ്യാനമൊക്കെ അത് വളരെ പൂർണ്ണമായ ഇത് വരുമ്പോൾ, പൂർണ്ണമായിട്ടുള്ള പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ വരുമ്പോഴേ അതൊക്കെ നിന്നു പോകത്തുള്ളൂ. അല്ലാതെ വചനം പൂർണ്ണമായിട്ടുള്ളത് വന്നതുകൊണ്ടെല്ലാം നിന്നുപോയി എന്നൊക്കെ സെസേഷനിസ്റ്റ് തിയറിയൊക്കെ പഠിപ്പിക്കുന്ന ബ്രദറൻ ബാപ്റ്റിസ്റ്റ് കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരോട് നമുക്ക് യോജിപ്പില്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പല ഇന്നത്തെ അതുപോലുള്ള പ്രമുഖമായിട്ടുള്ള പല കൂട്ടങ്ങളുടെ ഉപദേശങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല. വചനത്തിൻ്റെ പല കാര്യങ്ങളിലും നമുക്ക് യോജിപ്പുണ്ട് അവരോട്. എല്ലാം കോമൺ ആയിട്ടുള്ള പല ഡോക്ട്രിൻസും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം സെയിം തന്നെ, രക്ഷയുടെ കാര്യങ്ങളും എല്ലാം. എന്നാൽ ഇതുപോലൊക്കെയുള്ള പല കാര്യങ്ങൾ, പിന്നെ യേശു നമ്മെ പോലെ തന്നെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെയുള്ളൊരു കാര്യം വചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നു. എന്ന് യേശു പാപം ചെയ്യാനായിട്ട് കർത്താവിന് പരീക്ഷയില്ലായിരുന്നു എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷനൊക്കെയാണ് പല സഭകളിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ വചനത്തിൻ്റെ പല കാതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കുറച്ചുകൂടെ ആഴത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, പണത്തിൻ്റെ കാര്യത്തിൽ തന്നെയുള്ള ഒരു തെറ്റായ മാതൃക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അതുകൊണ്ടാണ് സാക് ബേറിനെയും ഇയാൻ ബേറിനെയൊക്കെ ദൈവം 1975 അവിടെ ബാംഗ്ലൂർ അവരായിരുന്ന ആ ഒരു കൂട്ടത്തിൽ നിന്ന് അവര് ദൈവത്തിന്റെ സത്യം പ്രസ്താവിച്ചപ്പോൾ അവിടുന്ന് പുറത്താക്കപ്പെട്ടു. അവിടെ ഒരു 1975 ഒരു ബാപ്റ്റിസ്റ്റ് കൂട്ടത്തില് സാക് ബേർ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞപ്പോൾ നിങ്ങളിനി പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ബ്രദറിനെ അവിടുന്ന് പുറത്താക്കി. ഇയാൻ ബേർ അതിൻ്റെ കൂടെ ഇറങ്ങി. അങ്ങനെ അവരുടെ വീട്ടില് 1975 ഓഗസ്റ്റ് 17 മറ്റോ തോന്നുന്ന ആ ഒരു ഞായറാഴ്ച അവര് രണ്ട് ഫാമിലി ആയിട്ട് പിന്നെയും കുറച്ച് പേര് കൂടി അവര് പ്രാർത്ഥിക്കാനായിട്ട് കൂടി വന്നതാണ്. പിന്നെ ഒരു
ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്നുള്ള ആ ഒരു പേരിൽ ഇന്ന് ലോകമെമ്പാടും പലയിടങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലും ഒക്കെ ഈ സഭകളായിട്ട് ഇന്നിവിടെ നമ്മൾ ഈ കായംകുളത്തിൻ്റെ ഈ പ്രദേശത്ത് നമ്മളൊരു കൊച്ചുകൂട്ടമായിട്ട് നമ്മൾ ആ പറയുന്ന ആ പഠിപ്പിലുകൾ. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു കൊടുക്കുന്ന ആളാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യം തന്നെ പിറന്നു വീണത് ഈ CFC ചർച്ചിലോട്ട് ട്രിവാൻഡ്രത്തുള്ളത്. നമ്മുടെ സിസ്റ്ററിൻ്റെ മോന് സൈജുബേർ, എൻ്റെ ഷൈജുബേർ ഉരുപ്പെടുന്ന അവിടെ ദുബായിലുള്ള പേരൊരു സൈജുബേർ ഉണ്ട്. ആ സൈജുബേറിൻ്റെ അമ്മയെ സുസിസ്റ്റർ അല്ലെ സൈജുബേർ അവിടെ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു രക്ഷയിലേക്ക് അനുഭവത്തിലേക്ക് വന്നത് അതിനോട് ചെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും മുമ്പേ തന്ന സാക്ബറിന്റെ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഈ ഗുഡ് ഫൗണ്ടേഷൻ്റെ ബുക്കും ഇളകാത്ത അടിസ്ഥാനത്തിൻ്റെ ബുക്കും ഒക്കെ സാക്ബറിന്റെ ബുക്കും ഒക്കെ തന്ന് പിന്നെ അവിടുത്തെ ചർച്ചിലോട്ട് എന്നെ ഗൈഡ് ചെയ്തു. ഞാൻ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെയ്ത്തിലേക്ക് വന്ന് ആദ്യമായിട്ട് ചെന്ന് ചേരുന്നത് ഈ ഒരു CFC കൂട്ടത്തിലായിരുന്നു ട്രിവാൻഡ്രത്ത്. അതിനുശേഷം പിന്നെ ഞാൻ BBS കഴിഞ്ഞിട്ട് പരിഹാരത്തായിരുന്ന സമയത്ത് പല കൂട്ടങ്ങളൊക്കെ അവിടെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി. പക്ഷേ നമുക്ക് ഒന്നും യോജിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വചനപ്രകാരം അല്ലാത്ത പല കാര്യങ്ങളൊക്കെ ആണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പലയിടങ്ങളിൽ പോയപ്പോഴും പല ചോയ്സസ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സഭയുടെ കൂടെ ചേർന്ന് പോകാൻ. പക്ഷേ എനിക്ക് ഓണസ്റ്റായിട്ട് പറയാനൊക്കെ വെച്ചാൽ വേറൊരു സഭാകൂട്ടത്തോട് ചേർന്ന് പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ പോലും അവിടെ ഒരു പുള്ളാണെങ്കിലല്ലേ നമ്മുടെ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ടെംപ്റ്റേഷൻ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ബാക്കി ഞാൻ വേറൊന്നും കൊണ്ടല്ല, വചനത്തിലെ ചില സത്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കത് പകൽ വെളിച്ചം പോലെ വ്യക്തമാകുമ്പോൾ ഇപ്പോൾ ഒരാൾ പറയും ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പാവം സാരമില്ല കണ്ണ് കാണാത്തോണ്ടായിരിക്കും പറയുന്നതെന്ന് നമുക്ക് സഹതാപേ തോന്നുള്ളൂ. എന്ന് പറയുന്നത് നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള പല വചനത്തിലെ കാര്യങ്ങളും അത് വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പല രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹവും ഒരു തരത്തിലുള്ള ബഹുമാനമൊക്കെ അവരോടൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് എല്ലാവരോടും യോജിച്ച് ചേർന്ന് പോകാനൊക്കത്തില്ല എന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങളെല്ലാം അങ്ങ് പരിപൂർണരായുള്ള സഹോദരങ്ങൾ, അവരങ്ങ് ഏറ്റവും തികഞ്ഞ സഹോദരങ്ങളൊന്നും അല്ല. നമ്മുടെ സഭയിൽ ഏറ്റവും കുറവുകളുള്ള സഹോദരങ്ങളാണ്. നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്. നമുക്ക് പല കുറവുകളും കാര്യങ്ങളും എല്ലാം നമ്മളുടെ കൂട്ടത്തിലും ഉണ്ട്. എന്നാൽ ആ ഒരു പൂർണ്ണതയിലേക്ക് ആയുന്ന ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം ഉണ്ട് നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള. ഇപ്പം സാക്ബേർ ആണെങ്കിലും ജോജിബേർ ആണെങ്കിലും ഒക്കെ അങ്ങനെ പൂർണ്ണതയിലേക്ക് ആയുന്ന സാജിബേർ ആണെങ്കിലും ജഗബേർ ആണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ കൂട്ട സഹോദരങ്ങളൊക്കെ ആ ഒരു പൂർണ്ണതയിലേക്ക് ആയുന്ന ആ ഒരു സത്യത്തിന് വേണ്ടി ഒരു വില കൊടുത്ത് നിൽക്കുന്ന ആ ഒരു സഹോദരങ്ങൾ. അപ്പം അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ഒരു സഭയാകുന്ന ശരീരമായിട്ട് നമ്മൾ പണിയപ്പെടാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അതോ നമ്മളുടെ മമത വേറെ പല കാര്യങ്ങളിലോടാണോ? ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് പ്രസംഗങ്ങളും പല പല വ്യാഖ്യാനങ്ങളും പല പല തരത്തിലുള്ള ഒത്തിരി ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ചിലരാണെങ്കിൽ നമുക്ക് തോന്നും വലിയ വചനത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അവർ നിൽക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ ഒരു ബാബിലോണിയ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പണത്തിന്റെയും ബാക്കി സ്ഥാനത്തിനായിട്ടുള്ള അധികാരമോഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള അടിപിടിയൊക്കെ ഉള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ നിന്നോണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ പാളയം മലീമസമാവുമ്പം മോശ ആ പാഠത്തിന് പുറത്തു വന്ന് ആരെൻ്റെ കൂട്ടത്തിൽ നിൽക്കാനുണ്ട് എന്ന് ചോദിക്കുന്ന രംഗമാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. പുറപ്പാട് 32 നമ്മൾ വായിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ആ ബാബിലോണിലുള്ള കൂട്ടം, ബാബിലോൺ എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള ചങ്ങാത്തം. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, അല്ലെങ്കിൽ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് ലോകം. 1 യോഹന്നാൻ 2:16. ആ ലോകത്തോടുള്ള ചങ്ങാത്തമാണ് ആത്മീയ വ്യഭിചാരം. ആ ആത്മീയ വ്യഭിചാരം ഉള്ള ആ ഒരു സിസ്റ്റത്തെയാണ് ബാബിലോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ബാബിലോണിൽ നിന്ന് ഇറങ്ങി വരാനാണ് വെളിപ്പാട് 18 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് 18 അധ്യായത്തില് 17-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിനെ ഒരു വേശ്യയോട് ഉപമിച്ചിരിക്കുന്നത്, ഒരു വ്യഭിചാരിണിയോട് ഉപമിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. ആ ആത്മീയ വ്യഭിചാരം യാക്കോബ് 4:4 നമുക്കറിയാം. ലോകത്തോടുള്ള ചങ്ങാത്തമാണ് ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പേര് പറഞ്ഞ് ലോകത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് പോകുന്ന, പണത്തിനായിട്ടും മനുഷ്യമാനത്തിനായിട്ടും ജഡിക സുഖങ്ങൾക്കായിട്ടും ഒക്കെ പോകുന്ന, യേശുവിന്റെ പേര് പറഞ്ഞു പോകുന്ന ആത്മീയ വ്യഭിചാരം. ആ വ്യഭിചാരത്തിന്റെ ആകത്തുകയാണ് ബാബിലോൺ. ആ ബാബിലോണിന്റെ ഡോട്ടർ ഹാർലറ്റ്സ്, പുത്രിമാരായ വേശ്യകൾ എന്നുള്ള ഒരു കാര്യങ്ങൾ കർത്താവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണത്തിനായിട്ടും സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾക്കായിട്ടും ഒക്കെ യേശുവിന്റെ പേരെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി പേരെ നമ്മളിന്ന് ചുറ്റും കാണാനൊക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബാബിലോണിയൻ കൂട്ടങ്ങളിൽ നിന്ന് ഇറങ്ങി വരണം എന്നാണ് നമ്മൾ
നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നതുകൊണ്ട് ഇറങ്ങി വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ആത്മാവിൽ നിന്നും നമ്മളുടെ മമത, നമ്മളുടെ അഫെക്ഷൻസ്, നമ്മളുടെ താല്പര്യം, അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്നെല്ലാം ഒരു വേർപാട് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് ലീവ് ചെയ്താലേ ക്ലീവ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്ന് പറഞ്ഞാണെങ്കിൽ ലീവിങ് ആൻഡ് ക്ലീവിങ്. നമ്മളുടെ മമത വേറെ എന്തെങ്കിലുമൊക്കെ പല ഉപദേശങ്ങൾ, അവരങ്ങനെ പറയുന്നു, ഇന്ന പാസ്റ്റർ അങ്ങനെ പറയുന്നു, ഇന്ന പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഇന്ന ദൈവദാസൻ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം ഇൻവെർട്ടർ കോമയിലാണ് ഈ ദൈവദാസനും പ്രവാചകനും ഇതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോടാണ് നമ്മുടെ ആക്രാന്തം. നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിത് അനുസരിച്ചിട്ടില്ല. വെളിപാട് 18:4 വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ ദൈവത്തിന്റെ ജനത്തോട് വിളിക്കുക, അവളുടെ പാപങ്ങളിൽ, ഈ ബാബിലോണിന്റെ പാപങ്ങളിൽ, ബാബിലോൺ എന്ന വേശ്യയുടെ ആത്മവിഭചാരത്തിന്റെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും നമ്മൾ ഇതുപോലൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള പണം എന്താണ് പറയുന്നത്, ഇതുപോലൊക്കെയുള്ള സോക്കോളുടെ ദൈവദാസന്മാര്, ഇവരുടേതായ പല ശുശ്രൂഷകള്, അങ്ങനെയൊക്കെയുള്ള ബാബിലോണിന്റെ കാര്യങ്ങളിലേക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള പണവും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് കൊടുക്കുകയാണെന്നില്ല കേട്ട്. നമ്മൾ അതിന് കൂട്ടാളിയാണോ ഇല്ലയോ? നമ്മൾ കൂട്ടാളിയാണ്. നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ കർത്താവേ, ഞാൻ അങ്ങനെയൊക്കെയുള്ള കർത്താവേ, യഥാർത്ഥത്തിലുള്ള ആ ഒരു ബാബിലോണിയൻ സമ്പ്രദായത്തെക്കുറിച്ച് എനിക്കൊരു വിവേചനമില്ലാതെ ഞാൻ എന്തൊക്കെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ കർത്താവേ, അങ്ങനെയൊക്കെയുള്ള കർത്താവിന്റെ വചനത്തോട് ചേരാതെ നിൽക്കുന്ന പല കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ മനസ്സുകൊണ്ടോ എൻ്റെ പണം കൊടുത്തതുകൊണ്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാനസാന്തരപ്പെട്ട് കർത്താവിനെ കഴുകണം. അന്ന് കർത്താവിന് മുമ്പാകെ ഒരു നാൾ നിൽക്കുമ്പം എനിക്കതിനെക്കുറിച്ച് ഒരു ലജ്ജ ഉണ്ടാകാൻ ഇടവരരുത്. അപ്പൊ അതാ പറയുന്നത് 4-ാമത്തെ വകുപ്പിൽ, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ അല്ലെങ്കിൽ കൂട്ടാളിയായ എന്ത് പറ്റും, അവർക്ക് വരുന്ന ബാധയിലും കൂടെ ഓഹരിക്കാരാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഹരിക്കാരാകാതെ ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവിൻ. ആ ബാബിലോണിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സഭയാകുന്ന ഈ കർത്താവിന്റെ ശരീരത്തെ നമ്മൾ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നുണ്ടോ? കർത്താവ് പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയും. അതാ നമ്മളിപ്പോൾ മത്തായി 16:18 വാക്യത്തിൽ വായിച്ച്. അപ്പൊ ഈ പാറമേലെന്ന് വായിക്കുന്നത് ഞാനത് അതിന്റെ മുമ്പുള്ള വാക്യത്തിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് തിരിച്ച് മത്തായി 16 വരാം. മത്തായി 16 അധ്യായത്തില് അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? പത്രോസിനോട് എല്ലാ ശിഷ്യന്മാരോടും കർത്താവ് ചോദിക്കുക. അവിടെ 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, മത്തായി 16:13 മുതൽ വായിക്കുമ്പോൾ, യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ യെരമ്യാവോ പ്രവാചകന്മാർ ഒരുത്തനെന്നും ഒക്കെ പറയുന്നു. നിങ്ങളും എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ ആരെ എന്ന് പറയുന്നു? അവർക്ക് ഇത്രയും കാര്യം കർത്താവിനോട് കൂടെ കുറച്ച് നാൾ നടന്നു, എന്ത് മനസ്സിലായെന്ന് ചോദിക്കും. എന്ത് കത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കർത്താവ് ചോദിക്കുക. അപ്പം പത്രോസ് എടുത്ത വയലെ ഒരു വെളിപ്പാടങ്ങ് പറഞ്ഞു. അതെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ക്രിസ്റ്റോസ്, അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്ത് അയച്ചവൻ. പഴയ നിയമത്തിലെ യഹൂദന്മാർ അന്ന് പഴയ നിയമം അവർക്ക് വേദപുസ്തകമായിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ നിയമത്തിലേ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവചനങ്ങളെല്ലാം ഒരു അഭിഷിക്തൻ, ഒരു മെസ്സഞ്ചർ, ഒരു ദൂതൻ, ദൈവത്തിൽ നിന്ന് ഒരു അഭിഷിക്തൻ വരും, ഇസ്രായേലിനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വാഗ്ദത്വം പഴയ നിയമത്തിലുടനീളമുണ്ട്. അപ്പം ആ അഭിഷിക്തനെ, ക്രിസ്തുവിനെ കാത്തിരിക്കുവാണ് യഹൂദജനം. ആ ക്രിസ്തു നീ തന്നെയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വലിയൊരു എൻലൈറ്റൻമെന്റോടുകൂടി, ഒരു വെളിപ്പാടോടുകൂടി പത്രോസ് അങ്ങ് പറഞ്ഞു. യേശു കർത്താവിനങ്ങ് കുളിര് കോരി തിരിച്ചെന്ന് പറയുന്നതാണ്. കർത്താവ് വളരെ സന്തോഷിച്ചു. എൻ്റെ ഇവിടെ നടന്നിട്ട്, പത്രോസേ, നീ മുക്കുവനാ, നിനക്ക് വലിയ പഠിപ്പും വിവരമൊന്നുമില്ല, ബാക്കിയുള്ള 11 നിലകളിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞതും ബുദ്ധി IQ കോഷ്യൻ്റൊക്കെ കുറഞ്ഞ ആളും ഈ പത്രോസ് ആയിരിക്കും. എന്നാൽ ആ ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പത്രോസിന്റെ ആ ഒരു പൂർണ്ണ ഹൃദയത്തോടുള്ള ഒരു തീക്ഷ്ണത കണ്ടിട്ട് യേശു അവനോട്, ബെരയോന സിമോനെ, നീ ഭാഗ്യവാൻ, യു ആർ ബ്ലസ്സഡ് ആയു. ജഡവും രക്തമുള്ളവരെന്ന് പറഞ്ഞാൽ മനുഷ്യരാരും നിനക്കിത് പറഞ്ഞു തന്നതല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് പറയുക, നമ്മളിപ്പോൾ ആദ്യം വായിച്ച്, ഇത് നീ പത്രോസ് ആകുന്നു, നീ സിമോനാണ്, സിമോൻ അവന്റെ പേര്. എന്ന നിനക്ക് കർത്താവ് അവന് കൊടുത്ത പേരാണ് പത്രോസ്. പത്രോസ് എന്നുള്ള വാക്കിന് അർത്ഥം പെത്രാസ് എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം സ്മോൾ റോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ, ചെറിയ കല്ല്. നീ ഒരു ചെറിയ കല്ല, നീ പെത്രാസ.
എന്നാ നീ ഇപ്പം പറഞ്ഞ ഒരു പാറയെക്കുറിച്ച് നീ പറഞ്ഞു, അഭിഷിക്തനായ ക്രിസ്തു, യേശു ആകുന്ന പാറമേൽ, യേശുവാണ് യുഗങ്ങളുടെ പാറയെന്ന് 1 കൊരിന്ത്യർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യേശു ആകുന്ന പാറമേലാണ് ആ വെളിപ്പെടുത്തപ്പെട്ട, നമ്മളുടെ ആത്മാവില് വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിന്റെ ആ വെളിപ്പാട്, ആ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു ആകുന്ന പാറമേൽ, ആ പാറ, ആ പെട്ര, അത് വലിയ പാറയാണ് പെട്ര. പെത്രാസ് എന്ന് പറയുന്നത് ചെറിയ കല്ല്. നീ ഒരു ചെറിയ കല്ല. എന്നാൽ നീ ഇപ്പം പറഞ്ഞ ഈ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു ആകുന്ന, നിന്റെ ആത്മാവില് വെളിപ്പെടുത്തപ്പെട്ട ഈ ക്രിസ്തുവാകുന്ന ആ വലിയ പാറയാകുന്ന ഈ ക്രിസ്തുവിന്റെ മേല്, ഈ ക്രിസ്തുവാകുന്ന ഞാൻ തന്നെ എൻ്റെ സഭയെ പണിയും, എൻ്റെ ശരീരമാകുന്ന സഭ. കർത്താവ് ചേർച്ച് എന്നുള്ള വാക്ക് 2 ഇടങ്ങളിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള അപ്പോസ്തലന്മാർ പറയുന്നതായിട്ട് അവിടെ ഒന്ന് ഇവിടെ മത്തായി 16:18 പിന്നെ മത്തായി 18 കർത്താവ് അവിടെ ചേർച്ച് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നതായിട്ട് മത്തായി 18 അവിടെ ഇതിൻ്റെ എത്രാമത്തെ വാക്യം, അതിൻ്റെ ആ 14 മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പം മണ്ണിയോ ബ്രദർ 17-ാമത്തെ വാക്യം, 18-17 ടെൽ ഇറ്റ് ടു ദ ചർച്ച്. ഈ എക്ലീസിയ എന്നുള്ള ആ വാക്ക് 2 തവണ കർത്താവ് തിരുവായി മൊഴി, കർത്താവ് ഒത്തിരി തവണ ഒരുപക്ഷെ പറഞ്ഞാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ അപ്പോസ്തലന്മാരിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് 2 തവണയായിട്ടാണ് നമ്മൾ ഈ മത്തായി 16:18, 18-17 വാക്യത്തിൽ നമ്മളത് കാണുന്നു. അതിൻ്റെ പിന്നെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് പിന്നീട് ഈ സഭയുടെ പണിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അവിടെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന, ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇനി പറഞ്ഞ് 2-3 മണിക്കൂർ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, കർത്താവ് പണിയുന്ന ഒരു സഭ, അതിന്റെ ഭാഗമാകാനായിട്ട് നമ്മളൊരു വില കൊടുക്കണം. നമുക്ക് ഒരു ലീവിങ് ആൻഡ് ക്ലീവിങ്, നമ്മൾ ബാക്കിയുള്ളതിനോടൊക്കെയുള്ള ബാക്കി പല പാരമ്പര്യങ്ങളോ നമ്മളുടേതായ ചില അറിവുകള്, പ്രയോഗങ്ങള്, ചില ശൈലികള്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഒക്കെ അങ്ങ് വിട്ട് അവിടുത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ വചനത്തിന് ഞാൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ആ ഇടയന്റെ ശബ്ദം കേട്ട് അവർ ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകുന്ന നമ്മൾ യോഹന്നാൻ 10:16 വാക്യത്തിൽ നമ്മൾ വായിച്ച കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ വചനത്തിലൂടെ ഈ കർത്താവിന്റെ ശബ്ദം, ഞാനിപ്പം പല ഉപദേശകരമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതിലൂടെയൊക്കെ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേട്ട് ഇതാണ് ദൈവവചനത്തിലെ സത്യം, ഇതാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ സാക്ബറിന്റെ തന്നെ ആത്മകഥാ രൂപേണ ബ്രദർ എഴുതിയിരിക്കുന്ന അല്പകാര്യങ്ങളുടെ ദിവസം, അതിന്റെ 2ാമത്തെ വോള്യം, 2ാമത്തെ വാല്യം എന്നാണ് പറയുന്നത്, വോള്യം, അതിന്റെ 2ാമത്തെ പുസ്തകം നിങ്ങൾ 2 പുസ്തകം വായിക്കണം എല്ലാവരും. അത് വളരെ ജീവിതകഥ മാതിരി വളരെ സിമ്പിളായിട്ട് വായിക്കാവുന്ന ഒരു കാര്യം. അതിന്റെ 1ാമത്തെ വോള്യത്തിൽ ബ്രദറിന്റെ ആ ഒരു ആദ്യകാലത്തെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ബ്രദർ പറയുന്നുണ്ട്. 2ാമത്തെ വോള്യത്തിൽ ബ്രദറിന്റെ മിനിസ്ട്രിയെ കുറിച്ച്, ലൈഫ് ആൻഡ് മിനിസ്ട്രി. അപ്പൊ ആദ്യത്തെ വോള്യത്തിലാണ് അതിന്റെ ബ്രദറിന്റെ ലൈഫിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 2ാമത്തെ വോള്യത്തിലെ ബ്രദറിന്റെ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് പല അധ്യായങ്ങളുണ്ട്. ഒരു അധ്യായത്തിൽ തന്നെ നമ്മുടെ ചേർച്ച് ഇങ്ങനെ അത് രൂപീകരിക്കപ്പെട്ടെന്നുള്ള കാര്യങ്ങളും. അപ്പൊ അത് നമ്മൾ എങ്ങനെയോ ഇവിടെയൊക്കെ അടുത്തായിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം വന്ന് എവിടെയോ പറഞ്ഞ് അങ്ങനെ കേട്ട് നമ്മൾ അങ്ങനെ വന്നിരിക്കുന്നു, അങ്ങനെയുള്ളതല്ല. മറിച്ച് ദൈവം നമ്മളിവിടെ ഒരു സഭയാകുന്ന ശരീരത്തിന്റെ ഭാഗമാകാൻ കർത്താവ് തന്റെ ശബ്ദത്താൽ വിളിക്കുന്നു. ആ ശബ്ദത്തിന് നമ്മൾ കീഴ്പ്പെട്ട് ഒരു ആട്ടിൻകൂട്ടോ ഒരു ഇടയനുമായിട്ട് ഒരു ശരീരമാകുന്ന സഭയായിട്ട്, കർത്താവാണ് ഈ ശരീരത്തിന് തല, നമ്മുടെ എല്ലാ അവയവങ്ങളാണ്. അവിടെ കർത്താവ് ആ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ വലത് കൈ ഇടത് കൈ തമ്മിൽ മത്സരമുണ്ട്? ഇല്ല. വലത് കൈ ഇടത് കൈ എപ്പോഴും അത് ചേർന്ന് പ്രവർത്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തലയോട് ചേർന്നിരിക്കുക. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ മത്സരമില്ല, നമ്മൾ തമ്മിൽ ഒരു പിണക്കമോ വിദ്വേഷമോ കാര്യങ്ങളൊന്നുമില്ല. ശരി, നമ്മുടെ ജഡത്തിൽ ഇതുപോലുള്ള പിണക്കങ്ങളോ മത്സരമോ അതുപോലെ ചില അസൂയയോ ചില എന്തെങ്കിലുമൊക്കെ ചില കയ്പോ ഒക്കെ പൊങ്ങി വരാം ചില സമയത്ത്. കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ വചനം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും എന്നിട്ട് വന്ന് വ്യാപരിച്ച് പിന്നെ ആ സഭയാകുന്ന ശരീരത്തോട് കൂടുതൽ ചേർത്ത് പണിയും. ആ തലയോട് പറ്റിച്ചേർന്ന് വളരുന്നതിനെ കുറിച്ചിട്ട് കൊളോസ്യർ 2-ാം അധ്യായത്തിലും എഫേസ്യർ 4-ാം അധ്യായത്തിലും ഒക്കെ പല വാക്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിലൊന്നും അതിനെക്കുറിച്ച് അത്രയൊന്നും പോയി വായിക്കാനൊന്നും ഇപ്പോൾ നമുക്ക് സമയമില്ല. നമ്മൾ പല സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം. യോഹന്നാൻ 13-ാം അധ്യായത്തിലെ ആ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞ് അതാണല്ലോ കർത്താവ് യോഹന്നാൻ 13-ാം അധ്യായത്തിൽ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം അവിടെ നമ്മൾ എന്താണ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ കോട്ടേജ് മീറ്റിംഗ്സിൽ മാസങ്ങളായിട്ട് നമ്മൾ വാക്യപ്രതിവാക്യം ഈവൻ വേർഡ് ബൈ വേർഡ് ആയിട്ട് വാക്കുകളായിട്ട് നമ്മൾ പല മാസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുവാണല്ലോ. യോഹന്നാൻ 13-ന്റെ കർത്താവ് അന്ത്യത്താഴമൊക്കെ കഴിഞ്ഞ് യൂദാസ് ഊറ്റി കൊടുക്കാനും കൂടെ പോയതിനു ശേഷം
പറയുന്ന ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. യോഹന്നാൻ 13 അതിൻ്റെ 34-35 വാക്യങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഒരു പുതിയ കൽപ്പന തരുക, കർത്താവ് അതാ പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മൾ എന്തോ ഒരു ശരിയാണ് വചനസത്യത്തിൻ്റെ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു കൂട്ടമായിരിക്കുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ വ്യാപരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അതാ കർത്താവ് ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നു പറയുമ്പോൾ അവിടെ ഒരു ഐക്യമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഐക്യമുണ്ട്. അത് എങ്ങനെയുള്ള സ്നേഹമാണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. കർത്താവ് സ്നേഹിച്ചതുപോലെ, കർത്താവിനെ സ്നേഹിച്ചതുപോലെ, കർത്താവ് കൈക്കൊണ്ടതുപോലെ അന്യോന്യം കൈക്കൊള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മെമ്മറി വോയിസ് കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു. അക്സെപ്റ്റ് വൺ അനദർ ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ഹാസ് അക്സെപ്റ്റഡ് യു ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിങ്ങൾ കർത്താവ് നമ്മളെ കൈക്കൊണ്ടതുപോലെ, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് കർത്താവ് നമ്മളെ കൈക്കൊണ്ടത്. നമ്മൾ ഏറ്റവും ബലഹീനനും പല ഇങ്ങനെ എത്രയോ നമ്മൾ ഒരു നന്മയില്ലാത്ത നമ്മളെ കർത്താവ് നമ്മളെ കൈക്കൊണ്ടു. അപ്പം നമ്മുടെ സഹോദരങ്ങൾ പലരും വ്യത്യസ്തരാണ്, പലർക്കും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചില കാഴ്ചപ്പാടുകളും ചില പല കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ഒരു ശരീരത്തിന് അവയവങ്ങളായിട്ട് ദൈവം ഇവിടെ നമ്മളെ കൂട്ടി ചേർത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ നമ്മളെ കൈക്കൊള്ളുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, ആ കർത്താവ് അവിടെ നിന്ന് എനിക്ക് തന്ന ഒരു സഹോദരൻ, അവിടെ നിന്ന് എനിക്ക് തന്നൊരു സഹോദരി, അവിടെ നിന്ന് എനിക്ക് തന്ന കുഞ്ഞ്, അവിടെ നിന്ന് എനിക്ക് തന്ന അപ്പനമ്മമാരെ പോലെയുള്ള പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ റോമർ 15:7 ഞാൻ വായിക്കാൻ സമയത്തിന് എടുത്തില്ല, ആ വാക്യം നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം വന്ന് മനഃപാഠവചനം പറഞ്ഞ വാക്യം, അതുപോലെ നമ്മൾ കൈക്കൊള്ളുന്നു, സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹിച്ചതുപോലെ, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ആ ക്വാളിറ്റിയിൽ സ്നേഹിക്കാനാണ് പറയുന്നത്. ആ ക്വാളിറ്റി പരിശുദ്ധാത്മാവ് തന്നെ ആ സ്നേഹം നമ്മളിൽ പകരണം. ആ ക്വാണ്ടിറ്റി അത്രയും നമുക്ക് എത്താൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വർദ്ധിച്ച് വരണം. അളവിൽ നമ്മൾ ആ ക്വാളിറ്റി, ആ ഗുണമേന്മ പരിശുദ്ധാത്മാവ് ആ സ്നേഹം നമ്മളിൽ വന്ന് പകരണം. പരസ്പരമുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, പരസ്പരമുള്ള സ്നേഹം, പിന്നെ ആ ക്വാണ്ടിറ്റി, ആ അളവ് കൂടിക്കൂടി വരണം. പരസ്പരമുള്ള സ്നേഹവും ഐക്യവും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരണം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രാണനെ വെച്ച്, തൻ്റെ സ്വയജീവനെ വെച്ച് കർത്താവ് സ്നേഹിച്ചത്. നമ്മുടെ എപ്പോഴും കോട്ടേജ് മീറ്റിംഗ്സിൽ വീണ്ടും ഒക്കെ പല ആഴ്ചകളും മാസങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ വെച്ച്, പ്രാണൻ അല്ലെങ്കിൽ സ്വയജീവൻ, സെൽഫ്, സോൾ ലൈഫ്, ആ സ്വയജീവനെ വെച്ചാണ് കർത്താവ് സ്നേഹിച്ചത്. ആ രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ അവസാനത്തിൽ രക്തം ചൊരിഞ്ഞ് പറഞ്ഞാൽ രക്തത്തിലാണ് പ്രാണനുള്ളതെന്നാണ് നമ്മൾ ദിവ്യ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവസാനത്തിൽ രക്തം ചൊരിഞ്ഞെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെയാണ് വെച്ച് പരിശുദ്ധാത്മാവിനാൽ യേശു നിറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ നമ്മളെ ഒരുതരം സ്നേഹിച്ചു. അതുപോലെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സഹോദരങ്ങളോട് ചിലപ്പോൾ നമുക്കൊരു ചിലപ്പോൾ അവരെന്താ അങ്ങനെ പറഞ്ഞു, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞു, ഇവരെന്താ ഇങ്ങനെ ചെയ്തേ, അവരെന്താ അങ്ങനെ ചെയ്തേ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നമുക്കൊരു നീരസവും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേങ്കിലും ഇവിടെ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ അവിടുത്തെ സ്നേഹത്തലനെ നിറയ്ക്കണം. അവിടുത്തെ സഭയാകുന്ന ശരീരത്തോടെ അങ്ങ് ചേർത്ത് പണിതായിട്ട് അവിടുന്ന് കർത്താവെ ഈ സഭയാകുന്ന ശരീരത്തിൽ എനിക്കുള്ള പങ്ക് എന്താ? നമ്മൾ 1-12 പോവുകയാണെങ്കിൽ ആ സഭയുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെക്കുറിച്ചും എല്ലാം വി നീഡ് വൺ എന്നത് നമുക്ക് തമ്മിൽ തന്നെ ആവശ്യമുണ്ട്. തലയ്ക്ക് കാലിനെ നോക്കി എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറയാനൊക്കെ, ഇങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കാല് വേണം. കാല് പൊടിയൊക്കെ പെരണ്ടിരിക്കുമായിരിക്കും, പക്ഷേ കാല് ഉണ്ടായാലേ എങ്ങോട്ടെങ്കിലും പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നാക്കിനെ നോക്കി അല്ലെങ്കിൽ കണ്ണിനെ ചെവിയെ നോക്കി എനിക്ക് നിന്നെ കൊണ്ട് വേണ്ടെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ 1-12 അതൊക്കെ വായിക്കണം. ഞാൻ ആ പോർഷനിലൊന്നും പോകാൻ സമയമില്ല. അങ്ങനെയൊക്കെ നമുക്കെല്ലാം വി നീഡ് വൺ എന്നത് നമുക്ക് പരസ്പരം നമുക്ക് ആവശ്യമുണ്ട്. ദൈവം നമ്മളെ ഇവിടെ ചേർത്ത്, അതുകൊണ്ട് നമ്മൾ സഭായോഗങ്ങളൊന്നും മുടക്കാതിരിക്കാൻ സഹോദരങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓൺലൈനായിട്ടെങ്കിലും ജോയിൻ ചെയ്യാൻ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുതെന്നൊക്കെ നമ്മൾ എബ്രായർ 10-24-25 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ചേർത്ത് പണിയപ്പെടുവാനായിട്ട് കർത്താവ് നമ്മളെ സഭയായിട്ട് നടത്തുന്ന ആലോചനകളെ കേൾപ്പാനും അതിനോട് ചേർന്നിരുന്ന് കീഴടങ്ങിയിരുന്ന് ആ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാൻ കർത്താവ് അത് കഴിഞ്ഞിട്ട് പറയുക, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ 35-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മളിപ്പം ഇന്ന് പാടിയുള്ളത് they will know we are Christians by our love. നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ ശരിയാണ്. ബാക്കി പല കാര്യങ്ങളോടും പലരോടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്നോടും നമുക്ക് അവരോട് വെറുപ്പൊന്നുമില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽപ്പിൽ, അതിൽ നിന്നൊരു ഹെൽത്തി ഡിസ്റ്റൻസ്. ഒരാൾക്ക് ഇപ്പോൾ നിപ്പ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുമോ? ഇല്ല, ഓടും. എന്ന് വെച്ചാൽ നിപ്പ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും. നിപ്പ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, എല്ലാവരും പത്രം വായിച്ചല്ലോ. ഓക്കെ, അല്ലെങ്കിൽ കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ചുകൂടി മനസ്സിലാവും. അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടില്ല, വേറെ ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കും കൂടെ പകരും എന്ന് പറയുന്നത് പോലെ ചില ആത്മീയമായിട്ടുള്ള ചില ഇൻഫെക്ഷൻസും കാര്യങ്ങളും നമ്മളൊരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. നമുക്ക് അവരോട് വെറുപ്പുള്ളത് കൊണ്ടല്ല,
പക്ഷെ അവർ മാനസാന്തരത്തിലേക്ക് വരണം. നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവർക്കൊരു കത്തണം, എന്തുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ ഈ കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പം അവരൊരു മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നത്. അവരോട് നമുക്ക് വെറുപ്പുണ്ടായിട്ടല്ലേ. ഭക്തിയുടെ 2 തിമോഥെയോസ് 3:5 നമ്മൾ വായിക്കുന്നില്ലേ, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ, ഭക്തിയുടെ ഒരു വേഷം ഉണ്ടെന്ന യഥാർത്ഥത്തിലുള്ള ദൈവശക്തിയിൽ നമ്മളുള്ളവരോട് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ളവരുടെ കൊട്ടേഷനോ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു ഭക്തിയുടെ ഒരു വേഷവും, അപ്പോസ്തലൻ ഇന്നാരെന്നൊക്കെ പറഞ്ഞ് പേരെടുക്കുന്ന ചിലരുണ്ട്, പ്രവാചകൻ ഇന്നാരെന്ന് പറഞ്ഞ് പേരെടുക്കുന്ന ചിലരുണ്ട്. അവർ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് ചില നല്ല വാക്കുകളെ പറയുന്നത് നമുക്ക് തോന്നും എടുത്താൽ. പക്ഷേ ആ ഒരു വേണ്ട, ഒരു ഇൻഫെക്ഷൻ വേണ്ട, നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നു. നമുക്ക് ആരോടും വെറുപ്പുള്ളതുകൊണ്ടോ ദേഷ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് യോജിക്കുന്നില്ല. അപ്പോൾ അവർ നമ്മളൊരു നിലപാട് വചനപ്രകാരം കർത്താവേ ഈ വചനം പരിപൂർണ്ണമായിട്ട്, അതുകൊണ്ട് നമ്മൾ വചനം വായിക്കണമെന്ന് നമ്മൾ പറയുന്നു. ഈവൻ നമ്മുടെ സാക്തോരൻ്റെ പുസ്തകങ്ങളും ഒക്കെ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വായിക്കണം. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്, എന്താ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. വെറുതെ കുറച്ച് മീറ്റിംഗ് എവിടേക്ക് അറ്റൻഡ് ചെയ്ത് കുറച്ച് കേട്ടു കുറച്ച് കേട്ടില്ല അങ്ങനെയല്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നമ്മളായിരിക്കുന്നത്? നമുക്ക് വേറെ എവിടെല്ലാം പോവാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കല്യാണത്തിന് പോവാം, പാലുകാച്ചിന് പോവാം, ബാക്കി പലയിടങ്ങളിലെ പല പ്രവർത്തനങ്ങൾക്ക് പോവാം. നമ്മൾ എന്തുകൊണ്ട് ഒരു വില കൊടുത്ത് നമ്മൾ ഇവിടെ മെനക്കെട്ട് വന്നിരിക്കുന്നേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യത്തോടെ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ കർത്താവ് അവിടുത്തെ സഭയാകുന്ന ശരീരത്തിൽ ഇതേ കാര്യം തന്നെ കർത്താവ് തമ്മിൽ തന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യം വീണ്ടും 15-ാം അധ്യായത്തിൻ്റെ 12-ലും 17-ലും ഒക്കെ ഇതേ കാര്യം തന്നെ വായിക്കുന്നു. വീണ്ടും വീണ്ടും കർത്താവ് തമ്മിൽ തന്നെ സ്നേഹിക്കണം എന്ന് ഊന്നി പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പരസ്പര സ്നേഹത്തോടെ കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സഭയോട് ചേർന്നായിരിക്കാൻ, അതിനെ വിലമതിക്കുവാൻ കർത്താവ് സഭയെ സ്നേഹിച്ച് തന്നെ സഭയ്ക്കായിട്ട് വിട്ടുകൊടുത്തു എന്നൊക്കെ നമ്മൾ Efesyർ 5-ൽ വായിക്കുന്നത്. അതുപോലെ കർത്താവ് ആ സഭയുടെ പണിയിൽ എൻ്റെ റോൾ എന്താണ്? ഞാനിപ്പോൾ ഒരു ചെറുവിരലോ നഖമോ ഒരു ചെറിയ രോമോ ഒക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ റോള് എനിക്ക് കർത്താവ് ഈ സഭയ്ക്കായിട്ട്, അങ്ങ് പണിയുന്ന ഈ സഭയ്ക്കായിട്ട് ചെയ്യുവാൻ എനിക്ക് എന്താ ഒരു റോളുള്ളത്? അത് കർത്താവെ അത് ചെയ്യുവാൻ ചിലപ്പം എന്തിനു വെറുതെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, ഒരു ജസ്റ്റിനുണ്ടെങ്കിൽ ആ ടീപ്പോ ഒന്ന് പിടിച്ചിടാൻ പറയണേ. അങ്ങനെ ഈ നീഡ് വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ നമുക്ക് പരസ്പരം ആവശ്യമുണ്ട്. ഇപ്പം ചെറു പിടിച്ചെടുത്ത് അങ്ങനെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പല അറേഞ്ച്മെൻറ്റ്സ് മൈക്ക് അതുപോലെ അതുകൊണ്ട് അത് മാത്രമല്ല ആത്മീയമായിട്ടും പരസ്പരം ഉത്സാഹിപ്പിക്കാനും പ്രാർത്ഥിപ്പാനും താങ്ങാനും ഒക്കെയുള്ള ആത്മീയമായിട്ടുള്ള ഭാരവും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമുക്ക് നമ്മുടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഞാനൊരു ചെറിയൊരു അവയവമാണ്, പക്ഷേ എങ്കിലും കർത്താവ് അവിടുന്ന് പണിയുന്ന ഒരു സഭയിൽ അവിടുന്ന് എനിക്ക് എന്താണോ ഇതിനെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു സഭയിൽ എങ്ങനെ ആയിരിക്കാനാണോ അവിടുന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതുപോലെ ഒരു തളർന്നിരിക്കുന്ന അവയവമായിട്ടല്ല. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നെർവസ് സപ്ലൈ ഇല്ലെങ്കിൽ എന്ത് പറ്റും? അതങ്ങ് തളർന്നിരിക്കും. ഒരു കൈക്ക് ഞരമ്പിൻ്റെ സപ്ലൈ ഇല്ലെങ്കിൽ തളർന്നിരിക്കും. കൈ പിന്നെ ഒരു ഭാരമായിട്ട് ബാക്കി ശരീരം വഹിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തയോട്ടമുണ്ട്, കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു, നമ്മൾ വീണ്ടും ജനിച്ച് സഭയുടെ ഭാഗമാണ്. പക്ഷേ ഞരമ്പിൻ്റെ സപ്ലൈ ഇല്ല, നെർവസ് സപ്ലൈ ഇല്ല. അപ്പം തളർന്നിരിക്കുന്ന പോലെ അങ്ങനെയല്ല. മറിച്ച് കർത്താവ് രക്തയോട്ടം മാത്രം പോരാ, കർത്താവിൻ്റെ രക്തത്തെ കഴുകപ്പെട്ടാൽ മാത്രം പോരാ, ആ ഒരു ശക്തിയുള്ള അവയവമായിട്ട് മറ്റുള്ളവരെയും താങ്ങുന്ന, മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്കും അനുഗ്രഹമാകുന്ന ഒരു അവയവമായിട്ട് എന്നെ മാറ്റി തീർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ആ നെർവസ് സപ്ലൈ. ആ ഒരു കർത്താവിൻ്റെ ശക്തിയായിട്ട് നിറയപ്പെടാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മ നമ്മളെ നിറച്ച് നമ്മളെ ഒരു ശരീരമായിട്ട് 120 ഇരുമ്പ് തുണ്ടുകൾ അഗ്നിയിലെടുത്തിട്ടാൽ, ഒരു തീയിലിട്ടാൽ അത് പുറത്ത് വരുമ്പോൾ ഒരു ഒരു ബോഡി, ഒരു ശരീരമായിട്ട് മാറിയുന്ന ഉള്ള രീതിയിലാണ് നമ്മൾ പെന്തക്കോസ്ത് നാളിൽ 120ഓളം പേര് അവർ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഓരോന്ന് നിറഞ്ഞപ്പോൾ അവർ ഒരു ശരീരമായിട്ടായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പോൾ നമ്മൾ കർത്താവിനോട് ഒന്നായി ചേരും. അതുപോലെ കർത്താവിനോട് ഒന്നായി ചേരുന്ന സഹോദരങ്ങളോട് ആത്മാവിലൊരു ഭവനമായിട്ട് പണിയപ്പെടുന്നതിനെ കുറിച്ച് Efesyർ 2-ന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഡ്വെല്ലിംഗ് ഓഫ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ, നമ്മുടെ മനുഷ്യാത്മാവിൽ ഒരു ശരീരമായിട്ട്, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജഡത്തെ, നമ്മുടെ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ ചേർത്ത് പണിയട്ടെ. കർത്താവിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ചെയ്യുന്ന വലിയൊരു മഹാത്ഭുതം അതാണ് സഭ. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവിടെ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ആ ഒരു സ്നേഹത്തിൽ ഐക്യമത്യപ്പെട്ട് 2-3 പേര് അവരുടെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് അവർ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കേട്ടതുപോലെ ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ഇടയൻ്റെ ശബ്ദം കേട്ട് അവർ ഒരാട്ടിൻകൂട്ടവും ഇടയനുമായി തീരുമെന്ന് പറഞ്ഞതുപോലെ
കർത്താവാണ് ആ ഒരു ഇടയൻ. പിന്നെ കർത്താവിന് പ്രതിരൂപമായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ വലിയ മഹാശ്ചര്യം അതാ നമ്മൾ 528 പാട്ടിൽ നമ്മളതാ പാടാൻ പോകുന്നത്. അത് ഭൂമിയിൽ വെച്ച് ഏറ്റവും മഹാശ്ചര്യമാണ്. അത് വലിയൊരു മിറക്കിളാണ്. കർത്താവ് മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റതിനെക്കാട്ടിലും വലിയൊരു മിറക്കിളാണ്. കർത്താവിന് ഒന്നിൽ കൂടുതൽ പേര് ഒരേ ആത്മാവിൽ, അതാണ് നമ്മളിപ്പോൾ എഫേസ്യർ 2:22 വാക്യം സഹോദരങ്ങളെല്ലാം വീണ്ടും വീണ്ടും അത് വായിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ആത്മാവിലൊരു നിവാസമാകേണ്ടതിന് കർത്താവിന് നമ്മൾ ആ എഫേസ്യർ 2 അത് മലയാളം ബൈബിളിൽ ആത്മാവിനാൽ എന്ന് എഴുതിയിരിക്കുന്നു. എന്നുള്ള പദം ആത്മാവിനാൽ നിന്നും ആത്മാവിൽ നിന്നും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ്. NSBയിൽ ഇൻ ദ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൽ, പിന്നെ നമ്മളുടെ ആത്മാവിൻ്റെ തലത്തിൽ. അത് എഫേസ്യർ 2:22 അവനിൽ ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു. ആത്മാവിനാലാണ് കർത്താവ് ചെയ്യുന്നത്. അല്ല, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ, നമ്മുടെ ആത്മാവിൽ കർത്താവ് ചെയ്യുന്നൊരു പണി. നമ്മൾ ആത്മാവിൽ നമ്മൾ ഒന്നാകണമെങ്കിൽ ആ ആത്മാവിനെ മൂടിയിരിക്കുന്ന ജഡം നുറുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ജഡം എത്രയധികം, ആ ജഡമാകുന്ന തിരശ്ശീല എത്രയധികം നുറുക്കപ്പെട്ടോ അതിനനുസരിച്ച് സഭയുടെ കാര്യം ഈ വെളിപ്പാടൊക്കെ പറഞ്ഞതിന് ശേഷമാണ്, എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് പറയുന്നത് താൻ ക്രൂസിലേക്ക് പോകേണ്ടതിൻ്റെ കാര്യവും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവനെ നിങ്ങൾ സൂക്ഷിച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന അതൊക്കെ കളഞ്ഞു പോകും, അതിനെ എനിക്കായിട്ട് കളയണം, നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തെ വിട്ടു കൊടുക്കുമ്പോഴാണ് നിത്യജീവനെ നേടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മത്തായി 16 തുടർന്നുള്ള വാക്യങ്ങളിൽ തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കർത്താവ് ആദ്യമായിട്ട് അവരോട് മുന്നമേ പ്രവചിക്കുന്ന ഒരു ഭാഗവും മത്തായി 16 അതേ ഭാഗത്താണെന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ക്രൂശിൻ്റെ വഴിയിൽ യഥാർത്ഥത്തിലുള്ള സഭ പണിയപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് ആ ഒരു ക്രൂശിൻ്റെ വചനം, യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് മരിച്ചു എന്നെല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മളും ക്രൂശിൽ മരിച്ച് അതൊരു അനുഭവം യാഥാർത്ഥ്യമായിട്ട് അതിൻ്റെ ഒരു പുനരുദ്ധാന ശക്തിയിൽ ക്രൂശിൽ മരിച്ച് പുനരുദ്ധാന ശക്തിയോടെ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്കും സഹോദരങ്ങളോട് ഒരുമിച്ച് അത് ഭൂമിയിൽ വെച്ച് ഏറ്റവും മഹാശ്ചര്യം. അതാണ് നമ്മൾ പാട്ടിൽ പാടാൻ പോകുന്നത്. നാം പലരാം എന്നാണെങ്കിലും ഒന്നാം ഈ അൻപിൻ കൂട്ടം മഹാത്ഭുതം, ഹീനരാണ്, ദരിദ്രരാണ്, വഞ്ചന മതി, ഏകരക്ഷയാൽ കർത്താവ് നമ്മളെ ചേർത്തു, തെരഞ്ഞെടുത്തു. സ്വർഗത്തിലെ താതൻ തൻ്റെ നാമത്തിന് പുകഴ്ചയ്ക്കായി ഓ ഹല്ലേലൂയ. ഈ പോരിതിലെല്ലാം, ഈ യുദ്ധത്തിലെല്ലാം നമ്മൾ പാടിയിടും, നിത്യതയോളം സ്തുതിച്ചിടും നമ്മുടെ രാജാവായ ദൈവത്തെ. അത് 3-ാമത്തെ സ്റ്റാൻസിൽ ഏകീഭവിപ്പിങ്ങി സഭയിൽ നാം സത്യാശ്വാസം ശാസനയായാലും ചില കാര്യങ്ങളൊക്കെ കർക്കശമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. എങ്കിലും അതെല്ലാം നമ്മളെ ഏകീഭവിക്കാനുള്ള കർത്താവിൻ്റെ വചനമാണ്. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ സ്റ്റാൻസിൽ ഓ ഹല്ലേലൂയ, ദൈവവചനം നിൽക്കും മാറാതെ എന്നുമേ കഷ്ടം സഹിച്ചും പോരാടണം നാം, താൻ നയിച്ചിടും. കർത്താവ് നമ്മളെ അത്ഭുതമായിട്ട് നയിക്കും. ശോധനകളിലെ പീഡകളിലൊക്കെ ദൈവശക്തിയൊക്കെ നമ്മൾ ഏറെ കാണുന്നു. കഷ്ടതയെല്ലാം മോദമെന്നെണ്ണാം, തൻ സ്തുതി നാം പാടുമെന്നും പാടും നാമെന്നും നമുക്കത് അർത്ഥമാക്കിക്കൊണ്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് പാടണം. നമ്മൾ പരസ്പരം നമുക്ക് ആരോടെങ്കിലും നമുക്കൊരു കൈപ്പവും ചെറിയ പ്രയാസവും നിരസവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം തന്നെ കഴുകിക്കളഞ്ഞ് എല്ലാവരോടും ക്ഷമിച്ച് കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവ് സ്നേഹിച്ചതുപോലെ കർത്താവെ അങ്ങയെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിപ്പാനും കർത്താവ് പരസ്പരം അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാനായിട്ടും ഞാൻ കർത്താവെ ഇങ്ങനെ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഈ സഭയോട് തന്നെ കർത്താവെ, ഈ സത്യസഭയോട് അങ്ങ് പണിയുന്ന ഈ സഭയോട് അവിടുന്ന് ചേർത്ത് പണിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. കൂട്ടം മഹാത്ഭുതം വഞ്ചനമധ്യേ ഏകരക്ഷയാൽ ചേർത്തു നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ സ്വത്താതൻ തന്നാമത്തിൻ പുകഴ്ചയ്ക്കായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിനെല്ലാം
പാടിടും ഞാൻ നിത്യതയോളം സ്തുതിച്ചിടാം നാം നമ്മുടെ രാജാവാം ദൈവത്തെ. പാപക്കയറും ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നീരണ്ടാശയം പാനം ചെയ്യൂ നാം ഈഗയാത്മാവേ നാം ഏകചിത്ത എന്തത്ഭുതം ക്രിസ്തൻ ശരീരത്തിൽ വസിപ്പൂ നാം തൻ മൃത്യുവേരും ജീവനിലും നമ്മെ നയിപ്പൂ ക്രിസ്തൻ വചനം നീക്കുന്നു ഭീതി ശങ്കയെല്ലാം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പുരിതിരെല്ലാം പാടിടും നാം നിത്യതയോളം സ്തുതിച്ചിടാം നാം നമ്മുടെ രാജാവാം ദൈവത്തെ. ഈ സഭയിൽ നാം സത്യാശ്വാസം ശാസനയാലും കേൾക്കുന്നു നാമേ ആത്മാവിനാദം എത്ര സജീവം നൽവചനം. യേശുവിൻ കൂടെ ജീവനെല്ലാം വെള്ളയങ്കിയിൽ നിന്നിടുമേ. ജേതാക്കളേവരും മോദിച്ചിടും നിത്യയുഗങ്ങൾ സന്തോഷത്താൽ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പൊരിതിരെല്ലാം പാടിടും നാം നിത്യതയോളം സ്തുതിച്ചിടാം നാം നമ്മുടെ രാജാവാം ദൈവത്തെ. ഓ ഹല്ലേലൂയ ദൈവവചനം നിൽക്കും മാറാതെ എന്നെന്നുമേ. കഷ്ടം സഹിച്ചും പോരാടണം നാം താൻ നയിച്ചിടും അത്ഭുതമായി. ശോധനകളിൽ പീഡകളിലും ദൈവശക്തി നാം കാണുന്നേരേ. കഷ്ടതയെല്ലാം മോദമെന്നെണ്ണാം തൻ സ്തുതി പാടും നാം എന്നെന്നും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പുരിതിരെല്ലാം പാടിടും നാം നിത്യതയോളം സ്തുതിച്ചിടാം നാം നമ്മുടെ രാജാവാം ദൈവത്തെ. നിത്യതയോളം സ്തുതിച്ചിടാം നാം നമ്മുടെ രാജാവാം ദൈവത്തെ. അതെ കർത്താവേ, നിത്യതയോളം ഞങ്ങളുടെ രാജാവാം ദൈവത്തെ സ്തുതിച്ചോളാം. രാജാതിരാജാവും കർത്താവുമായ അങ്ങേ കർത്താവേ, സ്വർത്താതൻ കർത്താവെ, ഞങ്ങളെ തിരഞ്ഞെടുത്തുവല്ലോ. രാജാതിരാജാവും കർത്താവുമായവന് കാന്തയായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് കർത്താവെ, നിത്യതയോളം ഞങ്ങളെ സ്തുതിച്ചിടാം. ഇന്ന് ഈ ഭൂമിയിൽ പോരാട്ടങ്ങളുണ്ട്. പാപത്തിനെതിരെ, അതെ കർത്താവെ, ജഡത്തിനെതിരെ, ലോകത്തിനെതിരെ, പിശാചിനെതിരെ, അങ്ങനെ പാപത്തിനെതിരെയുള്ളൊരു പോരാട്ടമുണ്ട്. എന്നാൽ ഈ പോർക്കളത്തിലെല്ലാം ഞങ്ങൾ കർത്താവെ ഞങ്ങളെ പാടിയിടും.
ഞങ്ങൾ ജയഗീതം പാടും. ഞങ്ങൾ ഏക ആത്മാവിനെ പാനം ചെയ്യുന്നവരായിട്ട് ഏകചിത്തരായിട്ട് ആയിത്തീരുന്നത് എത്ര അത്ഭുതം! ക്രിസ്ത്യൻ ശരീരത്തിൽ വസിക്കുന്നത് മൃത്യുവിലും ജീവനിലും ഒക്കെ ഞങ്ങളെ നയിക്കുന്ന ദൈവക്രിസ്തുവിൻ്റെ വചനം, ഞങ്ങളുടെ ഭീതിയും ശങ്കയും ശണ്ടയും എല്ലാം അകറ്റുന്ന ആ തിരുവചനം. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പണിയുവാനാണല്ലോ കർത്താവേ അങ്ങേക്ക് പ്രസാദമായിരിക്കുന്നത്. ജ്ഞാനികളെയും വിവേകികളെയും എല്ലാം മറച്ചു വെച്ച് ശിശുക്കൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കർത്താവേ ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദമായത്. നന്ദി കർത്താവേ, നന്ദി. ദരിദ്ര വഞ്ചന മധ്യേ ഏകരക്ഷയാലെ ഞങ്ങളെ ചേർത്തുവല്ലോ. പലരാണ് ഞങ്ങൾ, എങ്കിലും ഞങ്ങളെ ഏകാത്മാവിനാൽ ഒരു ശരീരത്തിന് അവയവങ്ങളായിട്ട് ആ തലയോട് പറ്റിച്ചേർന്ന് വളരുവാൻ തക്കവണ്ണം കർത്താവേ ആ ഇടയൻ്റെ ശബ്ദം കേട്ട് ഒരു ആട്ടിൻകൂട്ടും ഒരു ഇടയനുമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവെ ആക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സഭയെ വിലമതിക്കുവാൻ കർത്താവെ ആ സഭയിൽ ഒരു ശക്തിയുള്ള കർത്താവെ ജീവൻ്റെ സമൃദ്ധിയുള്ള ഒരു അവയവമായിട്ട് മറ്റനേകർക്ക് ജീവനെ പകർന്നു കൊടുക്കുവാൻ സഭയുടെ ഒരു തൂണും ആധാരവുമായിട്ട് തൂണായിട്ട് കർത്താവെ ജയിക്കുന്നവനെ സഭയിൽ തൂണാക്കുമെന്ന് അവിടുന്ന് ആലയത്തിൽ തൂണാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ പാപത്തെ ജയിച്ച് അതേ കർത്താവെ ജഡത്തെയും ലോകത്തെയും പിശാചിനെയൊക്കെ ജയിച്ച് കർത്താവെ ബാക്കിയുള്ള സഹോദരങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന തൂണാക്കി കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരെയും മാറ്റണം. മറ്റുള്ളവരെയും കരുതുകയും സ്നേഹിക്കുകയും അങ്ങ് സ്നേഹിച്ചതുപോലെ കർത്താവെ പരസ്പരം സ്നേഹിപ്പാൻ ആ ശരീരത്തിൽ സോ ദാറ്റ് എവരി വൺ വിൽ ഹാവ് ദ സെയിം കെയർ ഫോർ വൺ അനദർ. എല്ലാവർക്കും ഒരേ കരുതൽ തമ്മിൽ ഉണ്ടാകേണ്ടതെന്ന് ഞങ്ങൾ അതുകൊണ്ട് കൂടുതൽ 12-24-25 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ അതേ കർത്താവെ ഒരേ കരുതലോടെ പരസ്പരം സ്നേഹിപ്പാൻ, കരുതാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ഞങ്ങളെ ശീലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ എത്ര കുറവുള്ളവരാണ് കർത്താവെ. ഞങ്ങൾ ഒരു നന്മയില്ലാത്ത ജഡമുള്ളവരാണ്. അതേ കർത്താവെ ഞങ്ങൾ വ്യത്യസ്തരാണ്. 5 വിരലുണ്ടെങ്കിൽ 5 പോലാണ് കർത്താവെ. ഞങ്ങളുടെ പല സ്വഭാവ സവിശേഷതകളും ടെമ്പർമെൻറ്റും പല കർത്താവെ പേഴ്സണാലിറ്റിയൊക്കെ ഉള്ളവരാണ്. ഞങ്ങളുടെ വ്യക്തിത്വത്തിലോ ഞങ്ങളുടെ പഠിപ്പിലോ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലോ ചുറ്റുപാടിലോ ഒക്കെ കർത്താവെ ഞങ്ങൾ പലരും വ്യത്യസ്തരാണ്. ഞങ്ങളെല്ലാവരും വ്യത്യസ്തരാണ്. എങ്കിലും കർത്താവെ ക്രിസ്തു ഞങ്ങളെ ഈ സത്യവചനത്താൽ പദ്യോപദേശത്താൽ വിളിച്ച് വേർതിരിച്ചുവല്ലോ. ഈ കാലഘട്ടത്തിൽ ഒരു വെളിച്ചമായിട്ട് കർത്താവെ പല ദുരുപദേശങ്ങളും പല അനാചാരങ്ങളും പല അന്ധവിശ്വാസങ്ങളും വചനത്തെ കൂട്ടിക്കളയുന്ന പല പിശാചിൻ്റെ ബാബിലോണി തന്ത്രങ്ങളുടെയൊക്കെ നടുവിൽ കർത്താവെ സത്യവചനത്തെ ചെവികേട്ട് പദ്യോപദേശത്തെ ചെവികേട്ട് ഒരു ശരീരമാകുന്ന സഭയായിട്ട് പണിയപ്പെടുവാൻ അനമേൽ വെച്ചിരിക്കുന്ന പട്ടണമായിട്ട് ആ തേജസ്സുള്ള കാന്തയായിട്ട് വന്മലയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു വന്മലയിലേക്ക് ഇറങ്ങി വരുന്ന തേജസ്സുള്ള കാന്ത 7 മലകളുടെ മേലിൽ ബാബിലോൺ എന്ന വേശ്യ അവൾ ഇരിപ്പുണ്ട് എന്നാൽ അതിൽ നിന്ന് വിട്ടുപോകുന്ന കർത്താവെ ഒരു വന്മലയിലേക്ക് മലമേൽ വെച്ചിരിക്കുന്ന പട്ടണമായിട്ട് ആ വിളക്ക് തണ്ടിലെ വിളക്കായിട്ട് കർത്താവെ പല വിളക്കുകളായിട്ട് ഞങ്ങളെ കർത്താവെ ഇവിടെ ഒരു വിളക്ക് തണ്ടായിട്ട് ഒരു നിലവിളക്കായിട്ട് അവിടെ നിന്ന് ചേർത്ത് പണിയെന്ന് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രകാശം അധികം പ്രകാശിക്കട്ടെ. ജീവൻ അധികമായിട്ട് സമർത്ഥമായി തന്ന് അധികം പ്രകാശത്തോടെ കർത്താവെ മറിഞ്ഞിരിക്കാതെ കർത്താവെ അനേകർക്ക് പ്രകാശം പരത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പാതാളത്തിൻ്റെ വാതിലുകളെ ജയിക്കുന്നവരായിട്ട് ആയിത്തീരുവാൻ അങ്ങനെ കുടുംബമായിട്ടും സഭയായിട്ടും പാതാളത്തിൻ്റെ വാതിലുകളെ ജയിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ കയ്പോ പരാതിയോ അശുദ്ധിയോ വിദ്വേഷമോ അങ്ങനെയുള്ള എന്തെങ്കിലും കലങ്കങ്ങൾ കർത്താവെ ആകുല ചിന്തകളോ മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവമോ എന്തെങ്കിലുമൊക്കെ നികളവോ ഒക്കെ കർത്താവെ അങ്ങനെ പാതാളത്തിൻ്റെ ശക്തികളെ ഞങ്ങളെ ജയിച്ചടക്കാനായിട്ട് പോരാടി വരുമ്പോൾ കർത്താവെ അപ്പോൾ ഇതിലെല്ലാം ഞങ്ങൾ ജയം പാടിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ജയത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ആ പാപത്തെ ജയിപ്പാനും അങ്ങനെ കർത്താവെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവെ പാതാളത്തിൻ്റെ വാതിലുകളെ ജയിപ്പാനും അങ്ങനെ സഭയായിട്ട് പാതാളത്തിൻ്റെ വാതിലുകളെ ജയിപ്പാൻ അതേ കർത്താവെ സഹോദരങ്ങൾക്കിടയിൽ ഒരു ഭിന്നത വരാതെ കർത്താവെ ആ പിശാച് സഹോദരങ്ങൾക്കിടയിലൂടെ ഉള്ള ഗ്യാപ്പിൽ അവൻ കയറിക്കൂടാൻ നോക്കുന്നത് പോലെ അവനെ കർത്താവെ എപ്പോഴും പുറത്തു നിർത്താൻ സ്വർഗത്തിൽ അവനൊരു ഇടവും കണ്ടില്ലെന്ന് ഞങ്ങളുടെ വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഭയിലും അവനൊരു ഇടവില്ലാതായി തീരട്ടെ. അതേ കർത്താവെ അവൻ തള്ളപ്പെട്ടിരിക്കുന്നതോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവൻ ഞങ്ങളുടെ കാൽ കീഴിലായിരിക്കുന്നതോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ കാൽ കീഴിൽ പിശാചിനെ ചവിട്ടി മരിക്കുന്നതോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവ് ഞങ്ങളെ അവിടുത്തെ മുഖപ്രകാശവും കൃപയൊക്കെ തന്ന്
ജാതികളെല്ലാം ഈ രക്ഷ അറിയേണ്ടതിനായിട്ട് ഞങ്ങളെ അങ്ങ് വിളിച്ച് വേർതിരിച്ചുവല്ലോ. കർത്താവേ, അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മുഖത്ത് ഞങ്ങളുടെ മേലെ അവിടുത്തെ മുഖപ്രകാശം തന്ന് അവിടുത്തെ കൃപ ഞങ്ങൾക്കായിട്ടുള്ളപ്പോൾ അത് ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾക്കായിട്ട് ചുരുക്കൂട്ടി വെക്കാനുള്ളതല്ലോ. അത് കവിഞ്ഞൊഴുകി ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ജാതികളൊക്കെ ആ രക്ഷയെ കാണുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഞങ്ങളുടെ മേലെ മുഖം പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ, കൃപ തോന്നണമേ പ്രാർത്ഥിക്കുന്നു. അനേകരി രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അധികം വെളിച്ചമുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ക്രിസ്തുവിൻ്റെ ആ ജീവിത മാതൃകയുള്ളവരായിട്ട് അതേ മറ്റുള്ളവർക്ക് അലവൻസ് കൊടുത്തുകൊണ്ട് അതേ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, അവർക്ക് അഭിലഷമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് കണ്ട് കർത്താവ് മറ്റുള്ളവർക്ക് ഒരു അലവൻസ് കൊടുത്ത് ആ സമാധാനത്തിൻ്റെ ഐക്യത്തിൽ കർത്താവ് ടു പ്രിസർവ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്, സമാധാന ബന്ധത്തിൽ ആത്മാവിലുള്ള ആ ഐക്യം പ്രിസർവ് ചെയ്യുവാനും സംരക്ഷിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവിലാണ്, നന്ദി കർത്താവിലാണ്. ഞങ്ങൾക്ക് പ്രിയ സൗകര്യങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ടും മുതിർന്നവർക്കായിട്ടും ചെറുപ്പക്കാർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും എല്ലാം ഞങ്ങളെ കർത്താവിൽ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ ഒരു ശരീരമായിട്ട് വിളിക്കപ്പെട്ടതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങൾ കൊളോസ്യർ 3:15 വായിക്കുന്നതുപോലെ കർത്താവ് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങളെ കർത്താവ് സഭയോട് ചേർത്ത് പണിതായിട്ട് സഭ അവിടുന്ന് പണിയുന്ന അവിടുത്തെ ശരീരമാണ് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ചേർന്ന് നിൽക്കാനും കർത്താവാധികാരികൾക്ക് കീഴടങ്ങി കർത്താവി അവിടുന്ന് കർത്താവി ആ കല്ല് ഒരു പൊട്ട് വരുമ്പോൾ കർത്താവി ആ കല്ല് അത് നുറുങ്ങാതിരുന്ന പിന്നെ കെട്ടിടം പണിയിൽ യൂസ് ചെയ്യാതെ അതിനെ അവിടെ കർത്താവി വെളിപ്രദേശത്തിട്ട് കളയുന്ന തരത്തിലായി പോകാതെ അവിടുത്തെ അടികൾ അവിടെ ഇവിടെയൊക്കെ ചെസ്സിൽ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില തട്ടും പൊട്ടുമൊക്കെ അവിടുത്തെ വചനമൊന്ന് ചുറ്റികകൊണ്ട് തരുമ്പോൾ കർത്താവി അതിന് കീഴടങ്ങി നുറുങ്ങി കർത്താവി അവിടുന്ന് ആക്കി വെക്കുന്ന ഏതൊരു മൂലയിലാണെങ്കിലും അവിടെ ഇരുന്ന് പണിയപ്പെടുവാൻ അവിടെ കർത്താവി മുകളിലും താഴെയും അപ്പുറവും ഇപ്പുറവും എല്ലാം ബാക്കി കല്ലുകളുമായിട്ട് പല ഞെരുക്കങ്ങളും പല കർത്താവി സഫക്കേഷൻ തോന്നിയാലും കർത്താവി അവിടെ സ്വയത്തിൽ മരിച്ച് വലിയ സ്വാതന്ത്ര്യം കണ്ടെത്തുവാൻ ജീവക്കല്ലുകളായിട്ട് ഈ ജീവനുള്ള ആലയത്തിൽ പണിയപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നികുതികളെ അവിടുന്ന് കർത്താവി അവിടുന്ന് പുറത്തു കളയും താഴ്മയുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കുന്ന സത്യനാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ കർത്താവി ഞങ്ങളെ കർത്താവ് നിങ്ങളുടെ കൂട്ടത്തിലായി പോകാതെ കർത്താവി താഴ്മയും ദാരിദ്ര്യമുള്ള ആത്മദാരിദ്ര്യമുള്ള ഒരു കൂട്ടമായിട്ട് അവിടുന്ന് ചേർത്തുകൊണ്ടിരുന്ന ഒരു കൂട്ടമായിട്ട് കർത്താവി ശേഷിപ്പായിട്ടായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവി. അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും കീഴടക്കി ഏൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ പണിയണം. അത് കർത്താവ് വ്യക്തിപരമായിട്ട് ഞങ്ങളെ പണിയണം. കുടുംബമായിട്ട് കർത്താവ് സഭയായിട്ട് ഞങ്ങളെ പണിയണം. അവിടുത്തെ ഒരു നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുന്ന എല്ലാ ഈശ്വരത്താവിൻ്റെ വലിയ മാതൃകയുടെ നാമത്തിൽ ആമേൻ.